നമുക്ക് പിന്നെ സെക്കൻഡ് പാർട്ട് തുടങ്ങാം. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഫഹ്മു ഫിൽ ഇൽമ്. അടുത്ത ബാബ് അല്ലേ? ഹദീസിന്റെ നമ്പർ 72. عن ابن عمر رضي الله عنه قال كنا عند النبي صلى الله عليه وسلم فتى بجمار فقال إن من الشجر شجرة مثلها كمثل المسلم. ഇത് നമ്മൾ നേരത്തെ വായിച്ച ഹദീസാണ്, നമ്മൾ നേരത്തെ പഠിച്ച ഹദീസ് തന്നെയാണ്. അത് വേറെ ബാബിൽ വന്നതെന്ന് മാത്രം. അപ്പൊ അത് പിന്നെ ഇവിടെ വീണ്ടും വരാൻ കാരണം വെച്ചാൽ അഹമ്യത്തുൽ ഫഹ്മു ഫിൽ ഇൽം, ഒരു സംഗതിയിൽ മനസ്സിലാക്കുക എന്നുള്ള സംഗതി, അതായത് അറിവ് എന്നുള്ളത്, അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നുള്ള കാര്യം ഒന്നുകൂടി ഉണർത്തുകയാണ് ഈ വാർത്ത ചെയ്യുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാതിരുന്നത് അദ്ദേഹത്തിന്റെ ലജ്ജ കാരണമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലാക്കലിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹദീസിൽ പ്രത്യേകം പറയുന്നുണ്ട്. ജുമ്മാർ എന്നാണ് ആ വാക്കിട്ട് ആദ്യത്തത്. ജുമ്മാർ ആണ്. ജുമ്മാർ എന്ന് പറഞ്ഞാല് ഈത്തപ്പനന്റെ ഒരു ഉള്ളിലുള്ള ഒരു വസ്തുവാണ് എന്ത് ചെയ്യുന്നത് ജുമ്മാർ എന്ന് പറയുന്നത്. ഒരു മധുരമുള്ള അതിന്റെ പിന്നെ നമ്മളെ ഈ കരിമ്പ് എന്നൊക്കെ പറയില്ലേ, കന്നക്കിന്റെ ഒക്കെ അതുപോലുള്ള സംഗതിയാണ് എന്ന് പറയുന്നത് ജുമ്മാർ എന്ന് പറയുന്നത്. ഓക്കെ, ബാബുൽ ഇഖ്തിബാത്തി ഫിൽ ഇൽമി വൽ ഹിക്മത്തി. അപ്പോ നമുക്കറിയില്ല, രണ്ട് കാര്യത്തിൽ അസൂയ പറ്റുന്ന പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് അത്? അസൂയ അനുവദനീയമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് സമ്പത്ത്. അതെങ്ങനെ? അത് അദ്ദേഹം നല്ല കാര്യങ്ങളിൽ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് അസൂയ എന്നല്ല പറയാം, ഇഖ്തിബാത്ത് എന്ന് പറയാം. അതുപോലെ എനിക്കും ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യാം, ഞാനും അദ്ദേഹത്തെ പോലെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അദ്ദേഹത്തിന് നശിച്ചു പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലില്ല. അങ്ങനെ, അതാണ് ഇഖ്തിബാത്ത്. അപ്പോ പിന്നെ രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല. റജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫസല്ലത അലാ ഹലകതിഹി ഫിൽ ഹഖ്. ഒരാൾക്ക് അള്ളാഹു ധനം കൊടുത്തു, അദ്ദേഹം എന്ത് ചെയ്യാണ്, അത് നന്മയിൽ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഹലക്കാന്ന് പറഞ്ഞാൽ നശിപ്പിക്കണം. പക്ഷെ നശിപ്പിക്കുന്നത് എന്തിനാ പറഞ്ഞാൽ ആ സമ്പത്ത് തീർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആളുകൾക്ക് സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും നന്മകൾ അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ചെലവഴിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ധനം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ എന്താ? റജുലുൻ ആതാഹുല്ലാഹുൽ ഹിക്മ. രണ്ടാമത് പറയുന്നത് അള്ളാഹു ഒരു ആൾക്ക് യുക്തി നൽകി, അറിവ് നൽകി. ഹിക്മത്ത് എന്ന് പറയുന്നത് പിന്നെ ഖിളിറിന്റെ സംഭവം പറയുമ്പോഴും ഹിക്മത്ത് എന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ചതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഹിക്മത്ത് നൽകി. ഫഹുവ യഖ്ദി ബിഹാ വ യുഅല്ലിമുഹ. അത് അദ്ദേഹം പിന്നെ അതുമായിട്ട് വിധി കൽപ്പിക്കുന്നുണ്ട്, ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളെ കണ്ടു, ഒരു പണ്ഡിതനെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് തോന്നണം എന്താ? നമുക്ക് തോന്നാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുന്നതാണ് അദ്ദേഹത്തെ പോലെയുള്ള അറിവ്, അവരെ പോലെയുള്ള ഇൽമ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അദ്ദേഹത്തെ പോലെ ഹിക്മത്ത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കും. ഈ രണ്ട് സംഗതിയിൽ എന്തില്ല, തെറ്റില്ല എന്നുള്ളതാണ്. ഇനി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ അറിവ് അന്വേഷിച്ചുകൊണ്ട് പോകുന്ന ഒരു യാത്രയെ കുറിച്ച് പറയുന്നത്. അറിവിന്റെ മാർഗത്തിലുള്ള യാത്രക്കും എന്തുണ്ട്? ഈ പറഞ്ഞ പ്രതിഫലം. വേറെ നമുക്ക് അറിയുന്നതാണ്, കേട്ടിട്ടുണ്ടാവും, അപ്പൊ അറിവിന്റെ മാർഗത്തിലുള്ള ഒരു സഞ്ചാരമാണ്. അപ്പോ ബാബു മൂസ ഫിൽ ബഹരി ഇലൽ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോയ സംഭവം, ആ സംഭവത്തെ കുറിച്ച് വരുന്ന ഹദീസാണ്. അനി ഇബ്നു അബ്ബാസിൻ. അറിയില്ല ആ സംഭവം? അറിയില്ല, കഥ അറിയില്ല? സൂറത്തുൽ കഹ്ഫിലെ കഥ അറിയുന്നല്ലേ? അനി ഇബ്നു അബ്ബാസിൻ അന്നഹു തമാറ ഹുവ വൽ ഹുർറു ഇബ്നു ഖൈസ്. രണ്ടാള് തമ്മിലൊരു ചെറിയ സംഭാഷണം ഉണ്ടായി, ഇബ്നു അബ്ബാസും ഹുർറു ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ആളും. ഫി സാഹിബി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ കുറിച്ച്. ഉബയ്യ് ഇബ്നു കഅബ്. അപ്പൊ അവരുടെ കൂടെ ഉബയ്യ് ഇബ്നു കഅബ് എന്ത് ചെയ്തു? ആ സമയത്ത് അതിലൂടെ നടന്നുപോയി.
ഫഖാല, അപ്പോ അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ. ഹദീസ് നമ്പർ 74. ബൈനമ മൂസ ഫി മലഇൻ മിൻ ബനി ഇസ്രായേൽ ജാഅഹു റജുലൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ പിന്നെ അവരുടെ പ്രമാണിമാരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോ ഒരാൾ വന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമോട് ചോദിച്ചെന്ത്, ഹൽ തഅലമു അഹദൻ അഅലമു മിൻക, താങ്കളെക്കാൾ അറിവുള്ള ഏതെങ്കിലും മനുഷ്യൻ താങ്കൾക്ക് പരിചയമുണ്ടോ? താങ്കളെക്കാൾ അറിവുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ എന്നാണ് ഒരർത്ഥത്തിൽ ചോദ്യം. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിചാരിച്ചെന്താണ്, എനിക്ക് വഹി ലഭിക്കുന്നതാണ്, അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള അറിവ് എനിക്ക് ലഭിക്കുന്നതാണ്, അപ്പൊ ഭൂമിയിൽ ഏറ്റവും അറിവുള്ള ആരായിരിക്കും? ഞാനായിരിക്കും എന്നുള്ള രീതിയിൽ ആ തോന്നൽ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞത് ഇല്ല, ഇല്ല എന്ന് പറഞ്ഞു. കാല മൂസ ഇല്ല. അല്ലാഹു ഇലാ മൂസ, അപ്പൊ അള്ളാഹ് എന്ത് ചെയ്തു? മൂസ നബിക്ക് വഹി കൊടുത്തു. ബല, അങ്ങനെയല്ല, അബ്ദുന ഖദിർ, എന്റെ അടിമ ഖദിർ ഉണ്ട്, അവൻ താങ്കളെക്കാൾ എന്തുള്ള ആളാണ്? ഹിക്മത്തുള്ള ആളാണ്, ഇൽമുള്ള ആളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അത്ര പറയുന്നുള്ളൂ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ? പിന്നെ ഹിദറിന്റെ അടുത്തേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നുണ്ട്. അവിടെ കടലിന്റെ അടുത്ത് വെച്ചിട്ട് അല്ലെ, മജ്മഅ അൽ ബഹ്റൈനിൽ നിങ്ങൾക്ക് അവിടെ കണ്ടുമുട്ടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുള്ള സംഭവം ആ ഹദീസാണ്. അപ്പൊ ഈ ഒരു സംഗതി ഇവിടെ പറഞ്ഞു. ഞാൻ ഹദീസ് അത്ര വായിക്കുന്നുള്ളൂ, ബാക്കി ഹദീസിന് വേറെ സ്ഥലങ്ങളിൽ വരുന്നുണ്ട്, അവിടെ ഇപ്പൊ വായിക്കുന്നില്ല ബാക്കി. പിന്നെ അറിവ് നമ്മളെക്കാൾ കൂടുതലുള്ള ആളുകൾ ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് അറിയുമ്പോ, അല്ലെങ്കിൽ പിന്നെ അറിവ് നേടാൻ വേണ്ടിയിട്ട് പല ദേശങ്ങളിലേക്കും സഞ്ചരിക്കുക എന്നുള്ളത് എന്തിൽ പെട്ടതാണ്? ദീനിന്റെ ഒരു പിന്നെ അധ്യാപനങ്ങളിൽ പെട്ട ഒരു സംഗതിയാണ്. അറിവ് എവിടെ കിട്ടുമോ അവിടെ അന്വേഷിച്ച് സഞ്ചരിച്ച് അത് കണ്ടെടുക്കുക എന്നുള്ളത്. അതാണ് ആ ഹദീസിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം. അപ്പൊ ആ ആളുകളെ പേര് ഓർമ്മിച്ചാൽ മതി. ബാക്കി സംഭവം സൂറത്തുൽ കഹ്ഫിൽ വരുന്ന ബാക്കി പിന്നെ അങ്ങനെ നീണ്ടു പോകുന്ന ഹദീസിൽ ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഇനി അടുത്ത ബാബിലേക്ക് കിടക്കാണ്. 75-ാമത്തെ അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ് എന്ന് പറഞ്ഞ ബാബ്. ഓക്കെ, അള്ളാഹു അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? പിന്നെ ഈ കിതാബിന്റെ ഇൽമ്, കിതാബി ആയിട്ടുള്ള ഇൽമ് കൊടുക്കണേ, പഠിപ്പിച്ചു കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. ആരെ പ്രാർത്ഥിക്കുന്ന? പ്രവാചകനാണ്. ആരെ പറ്റിയിട്ടാണ് നോക്കാം നമുക്ക്. അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു ഖാല ضمني റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എന്ത്? അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, അള്ളാഹുവെ ഇദ്ദേഹത്തിന് നീ എന്ത് ചെയ്യണം? ഇവനെ എന്ന് ഞാൻ പറയുന്നത് പ്രവാചകന്റെ ഒരു ആ ഒരു ഇതിലെത്താട്ടോ. അള്ളാഹുവെ ഇദ്ദേഹത്തിന് നീ എന്ത് ചെയ്യണം? പിന്നെ അറിവ് കിതാബിലുള്ള, അതായത് അള്ളാഹുവിന്റെ കലാമിലുള്ള, ഗ്രന്ഥത്തിലുള്ള അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകരെ പ്രാർത്ഥനയാണ്. അപ്പൊ നമുക്കും എന്ത് ചെയ്യാം? അള്ളാഹുമ്മ അല്ലിംന എന്നുള്ള പ്രാർത്ഥന നടക്കുക. അതേപോലെ തന്നെ നമുക്ക് മക്കളെ കാണുമ്പോ പിന്നെ ഇതേപോലെ പഠനത്തിന്റെ മേഖലയിൽ താല്പര്യമുള്ള ആളുകളെ കാണുമ്പോൾ അല്ലാഹുമ്മ അല്ലിംഹു, അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ എന്നൊക്കെ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. അടുത്തത് അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല അഖ്ബൽതു റാകിബൻ അലാ ഹിമാരിൻ അതാനിൻ വഅന യൗമഇദിൻ ഖദ് നാഹസ്തുൽ ഇഹ്തിലാം. ഞാനൊരു കുതിരപ്പുറത്ത് ഇങ്ങനെ, എനിക്ക് പ്രായപൂർത്തി എത്തുന്ന ഒരു സമയം, നാഹസ്തുൽ ഇഹ്തിലാം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തുന്ന ഒരു സന്ദർഭം, പൂർത്തി ആയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്തു? അങ്ങനെ വന്നു ഒരു കുതിരപ്പുറത്ത്. ഹിമാറിന് അത്താൻ എന്ന് പറഞ്ഞാൽ ഒരു കോവർ കഴുതൊക്കെ ഇങ്ങനെയാണ് ഹിമാർ അത്താൻ എന്ന് പറയുന്നത് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമിനൻ ഇല യുസല്ലി ബിമിനൻ ഗൈരി ജിദാർ, മിനയില് ഒരു മുമ്പിൽ ചുമരില്ലാണ്ടാണ് എന്ത് ചെയ്തത്? മുമ്പിൽ ചുമരൊന്നുമില്ലാതെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമറത്തു ബൈന യദൈ ബഅദി സഫ്, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ചില സഫിന്റെ ഇടയിൽ കൂടെ അങ്ങനെ സഞ്ചരിച്ചു. ഫലം യൻകിർ ദാലിക അലയ്യ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? അത് എന്നെ ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഷറഹുണ്ടോ അതില്? ബുക്കിൽ ഷറഹുണ്ടോ? ഷറഹൊന്നും കൊടുത്തില്ല. നമുക്ക് ഒരു ഹദീസിലൂടെ ഒരു വായിച്ചിട്ട് രണ്ടുകൂടി പറയാം. രണ്ടാമത്തെ ഹദീസ് എന്ന് പറഞ്ഞാൽ 77 നോക്കാം. അഖൽതു മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുജ്ജതൻ മജ്ജഹ ഫി വജ്ഹി വഅന ബിൻ 5 സിനീന മിൻ ദൽ. ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാല്, ഞാന് 5 വയസ്സായ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിങ്ങനെ വായിൽ വെള്ളാക്കി ഇങ്ങനെ എന്താ പറയാ, അതിങ്ങനെ ചീറ്റി കളിക്കൂലേ, അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു പ്രവാചകന്റെ കൂടെ എന്ന് പറയുന്നത്. അഖത്തു മജ്ജത്തൻ, മജ്ജഹ എന്ന് പറഞ്ഞാല് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ എന്താ പറയാ കുറച്ച് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ അതിനെ കളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ രണ്ട് ഹദീസ് യസ്തദില്ലു ബിഹാദിൽ ഹദീസ് അലാ സിഹ്ഹതി സിമാഇ സഗീരി വതഹമ്മുലിഹി ലിൽഇൽമി ഇദാ കാന മുമയ്യിസൻ വആഖിലൻ ലിമാ യസ്മഅ.
അതായത് ചെറിയ ആളുകളെ എന്ത് ചെയ്യാം ഇത്തരത്തിലുള്ള സദസ്സിലേക്ക് കൊണ്ടുപോവാം എന്നുള്ളത്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് അറിവില്ലായ്മ കാരണം എന്തെങ്കിലും ചെയ്യും, എന്നാൽ അവരുടെ കൂടെ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നാഹസ്തുൽ ഇഹ്തിലാം എന്ന് പറഞ്ഞാൽ ഏകദേശം ബുലൂഗിന്റെ അടുത്തേക്ക് എത്തുന്ന സന്ദർഭമാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരറിയാത്ത ചില സംഗതികൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രവാചകന് കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല, പിന്നീടാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എന്നാൽ അവരെ ഇത്തരം സന്ദർഭങ്ങളിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവരെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ടാണ് അത് പറയുന്നത്. ഇത്തരം സന്ദർഭമൊക്കെ അവർ കൂടെ ഉണ്ടായിരുന്നു. അടുത്തത് ഖുറൂജ് ഫി ത്വലബിൽ ഇൽം. പിന്നെ വീണ്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ വീണ്ടും വരികയാണ് ഈ ഇതില്. ആ രീതിയിൽ ഔറദൽ ഇമാം അൽ ബുഖാരി അൽ ഹദീസ് മറത്തൻ ഉഖറ എന്ന രണ്ടാമത് വീണ്ടും വന്നതിനാണ് അലാ ഫളി സഫരി വത്തിർഹാലി അർറിഹ്ല. അതായത് ഇതിനു വേണ്ടി യാത്രക്ക് ഇറങ്ങി പുറപ്പെടുക എന്നുള്ള ആ ഒരു സംഗതിയുടെ പ്രാധാന്യത്തെ കുറിച്ച് സൂചിപ്പിക്കാനാണ് എന്ത് ചെയ്യുന്നത്, അൽ ഖുറൂജ് ഫി ത്വലബിൽ ഇൽം. ത്വലബുൽ ഇൽമിന് വേണ്ടി പണി ഇറങ്ങുക, ആ പുറപ്പെടുക, ആ മാർഗത്തിൽ ഇറങ്ങുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹദീസ് വീണ്ടും വന്നത്. അതായത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖിദ്ർ സംഭവമുള്ള ആ ഒരു ഹദീസ്. അപ്പൊ ഖുറാനിൽ എവിടെ എന്ത് ചെയ്യുന്നില്ല, ഇത് ഫിളർ ആണെന്നുള്ളത് പറയുന്നില്ല. ഈ ഹദീസാണ് എന്ത് ചെയ്യുന്നത്, അത് ഫിളർ ആയിരുന്നു എന്ന് പറയുന്നതിന്റെ തെളിവ്. അതാണ് ആദ്യം നേരത്തെ പറഞ്ഞത്. അവർ രണ്ടാളും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു, ആരാന്നുള്ളതിന് ഒരു സംസാരം, അതായിരുന്നു ആ സാഹിബ് എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോഴാണ് മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് പറഞ്ഞത്, പ്രവാചകൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സംഭവം മുഴുവൻ പറഞ്ഞത്. അനി മസലുമാ ബഅസനി അല്ലാഹു മിനൽ ഹുദാ വൽ ഇൽമി കമസലിൽ ഗൈസിൽ കസീരി അസാബ അർദൻ. വലിയൊരു ഹദീസാണ്. ഓക്കെ, ആ ഹദീസിൽ പറയുന്നത് എന്താണ്, 3 തരത്തിലുള്ള ഭൂമികളെ കുറിച്ച് പറയുന്നുണ്ട്. മഴ പെയ്തിട്ട് വെള്ളം സംരക്ഷിച്ചു വെക്കുന്നതും വെള്ളം നിൽക്കാത്തതുമൊക്കെ ആയിട്ടുള്ള 3 തരത്തിലുള്ള ഭൂമികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതില് ഒന്ന് അർളുൽ നഖിയാണ്, മറ്റൊന്ന് അർളുൽ അജാദിബാണ്, ഒന്ന് അർളുൽ ഖിയാനാണ്. ഇങ്ങനെ 3 ഭൂമികളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് 3ന്റെയും പ്രത്യേകത എന്ന് നോക്കാം നമുക്ക്. അപ്പൊ അവിടെ പിന്നെ മഴ പിടിച്ചു വെക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ആ വെള്ളം എന്നുള്ളത് ഇൽമാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ഇൽമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ആളുകളുടെ കൂട്ടത്തിൽ അങ്ങനെ ചില ആളുകളുണ്ട് എന്നുള്ളതാണ് അതിന് മനസ്സിലായത്. തശാബുഹാണ്, ഒരു സിമിലാരിറ്റി കാണിക്കുകയാണ്. എന്താണ് പറയുന്നത് നോക്കാം. ഒന്ന് പിന്നെ അർളിനെ പറ്റി മാത്രം പറയുന്നത്, അർളു നഖിയ ഹദീസ് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കണം. അതില് ഒന്ന് അർളു നഖിയാണ് പറയുന്നത്. അതെന്താണ്, തുമസിലു അൽ ആലിം അൽ ആമിൽ അൽ മുഅല്ലിം. എന്തിനാ സൂചിപ്പിക്കുന്നത്, ആലിമ്, ആമില്, മുഅല്ലിം. അവര് പണ്ഡിതനാണ്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. മൂന്നാമത്തെ എന്താണ്, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് എന്ത്, വെള്ളം പിടിച്ചു വെക്കുകയും തഖ്വലുൽ മാ ഫതൻബുതുൽ ഖൈറൽ നഫ്സിഹ വന്നാസ്. അത് ജനങ്ങൾക്ക് മറ്റുള്ളവർക്കും സ്വന്തത്തിനും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വെള്ളത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു ഭൂമിക്കാണ് എന്താ പറയുന്നത്, അർളുൽ നഖിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, അൽ അർളുൽ അജാദിബാണ്. അജാദിബ് എന്താണ്, തുമസിലു നാഖിലൽ ഇൽമി അല്ലദി യഹ്ഫദുഹു വയൻഖുലുഹു ലിന്നാസ്. ഇത് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് സംഭരിച്ചിട്ട് എന്ത് ചെയ്യും, മറ്റൊരു സ്ഥലത്ത് കൊടുക്കുന്നു. അതായത് മൂവ് ചെയ്ത് കൊടുക്കുന്നു, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കും. നാക്കിൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് നാക്കിൽ എന്ന് പറയാം. അപ്പോ ഒരു സംഗതി പഠിച്ചു, അത് മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അത് വേണ്ടത്ര എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നത്. അതായത് കൽ അർളില്ലത്തി തംസിക്കു അൽ മാഅ വലാ തൻബുത്. അത് എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം പിടിച്ചു വെക്കുന്നുണ്ട്, പക്ഷെ അതിന് ശജറത്തൊന്നും പുറത്തു വരുന്നില്ല. ആ വെള്ളം ആർക്കൊക്കെ വേണ്ടി കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. അതും ഒരർത്ഥത്തിൽ ഗുണമുള്ളതിനാണ്. ഏറ്റവും ഗുണമുള്ള ആദ്യം പറയുന്നതാണ്. മൂന്നാമത്തെ എന്താണ്, അർളു ഖിയാനാണ്. അതൊന്നും ചെയ്തില്ല, ആർക്കും ഒരു ഉപകാരമില്ലാത്ത രീതിയിലാണ് അതിനെ കാണുന്നത്. അതിന് എന്ത് ചെയ്യുന്നു, ഫഹുവല യസ്തഫീദു വലാ യുഫീദു. അവന് ഉപകാരം എടുക്കുന്നില്ല, മറ്റുള്ളവർക്ക് അതിന് ഉപകാരം എടുക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നില്ല. കൽ അർളിൽ മൽസ അല്ലതി ലാ തംസുകു മാഅൻ വലാ തംബുതു സറൻ. വേറൊരു മത്സ എന്ന് പറഞ്ഞാൽ വളരെ മിനുസമായിട്ടുള്ള പറഞ്ഞില്ല, അവിടെ വെള്ളം വെച്ചാൽ അതിങ്ങനെ വെച്ചങ്ങ് പോകും. അതവിടെ തങ്ങി നിൽക്കുകയില്ല, അവിടെ നിന്നിട്ട് മുളയ്ക്കില്ല. പാറപ്പുറത്തൊക്കെ പെയ്താൽ എന്തായാലും വെള്ളം അങ്ങനെ പോകാന്നല്ലാതെ വേറെ ഉപകാരങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ആ ഹദീസിലുള്ള 3 പോയിന്റുകൾ ഓർമ്മിച്ച് വെക്കണേ. അത് ആ ഹദീസിലുള്ള പ്രധാനപ്പെട്ട 3 സംഗതികൾ. ജഹൽ, അന്ത്യനാളിന്റെ അടയാളങ്ങളായിട്ട് പറയുന്ന ഒന്നാണ് എന്ത്, അറിവ് ഉയർത്തപ്പെടുക. അറിവ് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിവ് ഭൂമി അങ്ങനെയൊക്കെ പോകാന്നുള്ളതല്ല, അറിവുള്ള ആളുകൾ ഇല്ലാതായിത്തീരുക, പണ്ഡിതന്മാരെ നശിച്ചു പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ വിസ്തീർണത്തിലേക്ക് കാണാൻ പറ്റും. അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇന്ന മിൻ അശ്റാത്തി സഅത്തി, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അറിവ് ഉയർത്തപ്പെടുക, വയുസ്ബിത്തൽ ജഹ്ല, അതിന്റെ ജഹ്ല് സ്ഥാപിക്കപ്പെടുകയും ചെയ്യാം, വയുഷ്റബുൽ ഖംർ, കള്ള് പിടിക്കപ്പെടുന്നു, വയുദ്ഹറു സിന, അതേപോലെ തന്നെ വ്യഭിചാരം വ്യാപകമായിട്ട് വരിക, വയുക്സിറു നിസാഉ, സ്ത്രീകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു, വയഖില്ലു റിജാൽ, പുരുഷന്മാർ കുറയും, ഹത്താ യകൂന ലി 50 ഇംറഅതൻ അൽ ഖിയമൽ വാഹിദ്, ഏകദേശം 50 സ്ത്രീകൾക്ക് ഒരു പുരുഷൻ മാത്രം എന്താവുന്ന, അല്ലെങ്കിൽ ഒരു ഖിയമ, അവരൊക്കെ നോക്കി നടത്തേണ്ടത് ഒരൊറ്റ പുരുഷന്റെ ചുമതല ആവുന്ന തരത്തില് സ്ത്രീകളുടെ വർധനവ് ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, ഈ ഒരു അശ്റാത്ത് സഅത്ത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായിട്ട് വരും. അപ്പൊ അതിന് നമ്മൾ ഈ ബാബുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, എൽമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എൽമു ഉയർത്തപ്പെടുക എന്നുള്ളതാണ്. എന്താണ് എൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാല്, നേരത്തെ ഞാൻ പറഞ്ഞ പണ്ഡിതന്മാര് ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുക, അല്ലെങ്കിൽ അറിവ് പ്രവർത്തിക്കുകയും പഠിക്കുകയും, നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഒരു കൂട്ടരുണ്ടല്ലോ, സ്വയം ഉപകാരം എടുക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ആ കൂട്ടം ആളുകൾ ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ തരത്തിൽ ഭൂമിയിൽ ജഹ്ല് സ്ഥാപിക്കപ്പെടും, അജ്ഞത കുറെ വ്യാപിക്കാൻ തുടങ്ങും. അതൊരു ഖിയാമത്ത് അടയാളമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ബാബു ഫളുൽ ഇൽം, 82ാമത്തെ ഹദീസ്. عن ابن عمر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم قال بينما كنت نائم أتيت بقدح لبن فشربت حتى إني لأرى الري يخرج في أظفاري ثم أعطيت فضلي عمر بن الخطاب قالوا فما أولته يا رسول الله. ഇത് പറയുന്നത് ബൈനമ കുൽത്തു നായിം, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. ബൈനമാണോ ബൈനനാണോ? ഫളൽ തഫളൽ. അപ്പൊ ഒരു പാത്രം പാല് എനിക്ക് കിട്ടി. പ്രവാചകൻ പറയാണ്, ഉറക്കത്ത് കണ്ട ഒരു സ്വപ്നം പോലെ പറയും, ഒരു പാത്രത്തിൽ പാല് കിട്ടി. എന്താണ് ചെയ്യുന്നത്? അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയറ് നിറയെ അത് കുടിച്ചു. അദ്ഫാരി എന്ന് പറഞ്ഞാൽ നഖങ്ങളിൽ വരെ അതിന്റെ അടയാളം കാണുന്നത് വരെ എന്ന് പറഞ്ഞാല് വയറ് നിറച്ച് കുടിച്ചു. എന്നിട്ട് ഞാൻ അതിന്റെ ബാക്കി ആർക്ക് കൊടുത്തു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തു. ഫഖാലു ഫമാ അവ്വൽതഹു യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കൾ എന്താണ് അതിൽ നിന്ന് വിശദീകരിക്കുന്നത്? ഈ ഒരു സ്വപ്നത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? തഅ്വീൽ എങ്ങനെ നടത്താം? അപ്പൊ പ്രവാചകൻ പറഞ്ഞതാണ് അൽ ഇൽമ്. നേരത്തെ നമ്മള് വസ്ത്രത്തിന്റെ പറഞ്ഞിരുന്നു, വസ്ത്രം ഇങ്ങനെ അല്ലെ? അപ്പൊ ആ വസ്ത്രം അവിടെ നമ്മൾ ദീനാണ് പറഞ്ഞത്. അവല് ഇത് ദീനാണ്. ഇവിടെ പാല് കുടിച്ച സമയത്ത് അതിനെ ബാക്കി ഉമറിന് കൊടുത്തെന്നാല് എനിക്ക് ലഭിച്ച അറിവ്, ആ അറിവ് അതിന്റെ തുടർച്ച കിട്ടിയിട്ടുള്ള ഒരാൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. അതിനും അദ്ദേഹത്തിന് എന്ത് അത്ര തന്നെ ഗാംഭീര്യമുള്ള അറിവ് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അൽ ഫതായ വഹുവ വാഖിഫ് അല ദാബ വഗൈരിഹ, ചിലപ്പോൾ ഫത്വ കൊടുക്കുക അപ്പോൾ പറഞ്ഞാല് നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിന്റെ മുകളിലൊക്കെ ആയിരിക്കുന്ന സന്ദർഭത്തിലും എന്ത് ചെയ്യാ, ചിലപ്പോൾ ചില അറിവുകൾ പകർന്നു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഫത്തായ എന്ന് പറഞ്ഞാൽ ഫത്വ കൊടുക്കുന്ന, ഫത്വ എന്ന് പറഞ്ഞ ഒരു അറിവ് കൊടുക്കലാണ് ആ സമയത്ത്. അപ്പൊ എന്താ ഹദീസ് 83, 84 ഒരുമിച്ചാണ് പറയുന്നത്. عن عبد الله بن عمرو بن العاص رضي الله عنه وعن ابن عباس أن رسول الله صلى الله عليه وسلم وقف في حجة الوداع يسألونه فجاءه رجل. ഹജ്ജത്തുൽ വിദാഇൽ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. യസ്അലൂനഹു ഫജാഅഹു റജുലുൻ, അപ്പൊ ഒരാൾ വന്ന് ചോദിച്ചു, ഫഖാല ഹലഖ്തു ഖബ്ല അൻ അദ്ബഹ്, ഞാൻ അറിവിന്റെ മുമ്പ് എന്ത് ചെയ്തു? മുടി തലമുണ്ടനം ചെയ്തു. അപ്പൊ പിന്നെ അറിവ് കഴിഞ്ഞിട്ടാണോ ചെയ്യേണ്ടത് എന്നുള്ള ഇതിൽ ചോദിക്കുക. അപ്പം ഫഖാല ഇദ്ബഹ് വലാ ഹർജ്, താങ്കള് അറുത്തോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. ഫമാ സുഇല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഷൈഇൻ ഖദിമ വലാ അഖർ ഇല്ലാ ഖാല ഇഫ്അൽ വലാ ഹർജ്. ഫമാ സുഇല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരോട് ചോദിക്കപ്പെട്ടില്ല, അൻ ഷൈഇൻ ഒരു സംഗതിക്കും, ഖദിം വലാ അഖർ അതിനു മുമ്പ് അതിന് ശേഷമോ എന്ത്, ഇല്ല ഖാൽ അദ്ദേഹം പറഞ്ഞിട്ടല്ലാതെ, ഇഫ്അൽ വലാ ഹറജ് ഈ താങ്കൾ ചെയ്തോളൂ ഒന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടല്ലാതെ. അതിന്റെ ശറഹ് എന്താണെന്നറിയോ? യജൂദു ലിൽ ആലിമി അൻ യുജീബ അലൽ അസ്ഇല വഹുവ റാകിബുൻ ഔ വാഖിഫുൻ. ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് ഉത്തരം പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ബാബിൽ അത് ഉൾപ്പെട്ടത്. വൽ ഹദീഥാനി ഫീഹിമാ തസീറു തൈസീർ ആട്ടോ, തൈസീറു അദീം തൈസീറുൻ അദീമൻ ഫി അമാലിൽ ഹജ്ജ്.
ഇവിടെ പറയുന്നത് ഹജ്ജിന്റെ സമയത്തുള്ള കുറെ എളുപ്പമാക്കി കൊടുക്കലിന്റെ വിഷയങ്ങളാണ്. من قد قدم نسكا على آخر من أعمال يوم النحر كالرمي والحلق والنهر فلا إثم عليه. ആരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പിന്നെ തലമുട്ടനം ചെയ്തു അവസാനം എറിയലും അല്ല ഏതെങ്കിലും ഒരു പിന്നെ ഈ പറഞ്ഞ ജംറയിൽ എറിയല് ഹൽക്ക് നെഹർ അറവ് ഇതിൽ ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തിച്ചൊക്കെ ചെയ്തത് കുഴപ്പമില്ല എന്നുള്ളതിനെ പറ്റി സൂചിപ്പിക്കുന്ന ഹദീസാണ്. ഫിഖ്ഹി വശം നന്നായിട്ട് വശമില്ല, ഫിഖ്ഹി വശം നന്നായിട്ട് അറിയെങ്കിൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ അതിന്റെ വിശദീകരണം ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യം എന്താന്ന് പറഞ്ഞാല് അറിവ് നൽകുന്നതിന് അങ്ങനെ കൃത്യമായിട്ട് ഇന്ന സന്ദർഭത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്നൊന്നുമില്ല. ഏത് സമയത്തും എന്ത് ചെയ്യാം, നമുക്ക് സന്ദർഭം അനുസരിച്ചിട്ട് ആ സന്ദർഭത്തിൽ കിട്ടേണ്ട വിവരങ്ങളാണെങ്കിൽ അപ്പൊ ചോദിക്കുകയും മറ്റും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാം എന്നുള്ളതിന് ഒരു ഉത്തരമാണ് അത് പറയുന്നത്. അല്ലെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് തലകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചില സമയത്ത് ആൻസർ പറയാം. അതും ഈ അറിവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആ സംഗതി അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ചോദിക്കുന്നുണ്ടാവുക. പ്രവാചകന്റെ സന്ദർഭത്തിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ തലകൊണ്ടോ ഒക്കെ ആംഗ്യങ്ങൾ ഉണ്ടാവും ചിലപ്പോ. അതെന്താണ്, അറിവ് പകർന്നു കൊടുക്കുന്നതിന്റെ ഒരു മെത്തേഡാണ്. അബി ഹുറൈറ എന്ന് പറയുന്നത് വെച്ചാല് റിവായത്ത് ചെയ്യുന്ന യുഖ്ബദുൽ ഇൽമ വയുദ്ഹറു അൽ ജഹ്ല വൽ ഫിതൻ വയുക്സറുൽ ഹർജ് ഖീല യാ റസൂലല്ലാഹ് വമൽ ഹർജ് ഖാല ഹകദാ ബിയദിഹി ഫഹറഫഹ കഅന്നഹു യുരീദു അൽ ഖത്ൽ. അപ്പോ പിന്നെ അബി ഹുറൈറ എന്ന് പറയുന്നതാണ് യുഖ്ബദുൽ ഇൽമ പിടിക്കപ്പെടും, വയുദ്ഹറുൽ ജഹ്ല് എന്താണ് യുഖ്ബദ് പറഞ്ഞാല് പിടിച്ചു വെക്കപ്പെടും, എല്ലാവർക്കും കിട്ടാത്ത അവസ്ഥയായി വരും. എന്നിട്ട് എന്ത് ചെയ്യും, ജഹൽ ഇങ്ങനെ വ്യാപിക്കും, യുദ്ഹർ ചെയ്യും, ഫിത്തനും വരും. പിന്നെ എക്സുൽ ഹർജും കൂടും. അപ്പൊ ചോദിച്ചല്ല പ്രവാചകൻ എന്ത് ഈ ഹർജ് എന്ന് പറഞ്ഞാല്? അപ്പൊ ഫക്കാല രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്തു, ആംഗ്യം കാണിച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എങ്ങനെയാണെന്നറിയില്ല എന്താ ഒരു ആംഗ്യം കാണിച്ചു. അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, കഅന്നഹു യുരീദുൽ ഖത്ൽ, കൊല്ലുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ ആ കൊലപാതകങ്ങൾ എന്ത് ചെയ്യും, വർദ്ധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ശരി, പിന്നുള്ളത് അപ്പൊ ഹർജിന്റെ വാക്കർത്ഥം ഓർമ്മിച്ചൊക്കെ എന്താണ് ഹർജെന്ന് പ്രവാചകനെ തെളിവിൽ ഇത് قال هكذا بيده فحرفها كأنه يريد القتل. അടുത്തത് അസ്മ ഖാലത്ത് 86-ാമത്തെ ഹദീസാണ്. അതേതു ആയിഷത വഹിയ തുസല്ലി, ഞാൻ ആയിഷ അടുക്കൽ പോയി അവർ നിസ്കരിക്കുമ്പോ അപ്പൊ അഷാറത്ത് ഇല സമായി, ഒരു ആകാശത്തേക്ക് ആംഗ്യം കാണിച്ചു. ഖുൽതു ആയ എന്തെങ്കിലും ദൃഷ്ടാന്തമാണോ? അപ്പൊ അഷാറത്ത് ബിറഅസിഹ ഐന, അപ്പൊ അവരെന്ത് ചെയ്തു, തലകൊണ്ട് അതേന്ന് ആംഗ്യം കാണിച്ചു. ഒരുപക്ഷെ ചിലപ്പോ ഹദീസ് മുഴുവൻ കണ്ടില്ല ഞാന്, എന്താണത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇഷാറകൾ കൊടുക്കാന്നാണ് ഹദീസിൽ നിന്നുള്ള ഒരു പാഠം പറയുന്നത്. ഹദീസ് ഒന്നുകൂടി വായിച്ചോക്കണം, എനിക്ക് ഓർമ്മയില്ല അതിന്റെ ബാക്കി ലഫ്ത്. ഞാൻ കുറെ ലഫ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ ബാബുമായിട്ട് കണക്ട് ചെയ്ത സാധനം മാത്രം വെച്ചതാണ്. ഹദീസൊക്കെ വായിക്കുന്ന സമയം അവിടെ ഒഴിവാക്കണേ, അടുത്ത ഹദീസിലേക്ക് പോകണം. അതിൽ വേണ്ടത് എത്രയാണ്, തല കൊണ്ടുള്ള അല്ലെങ്കിൽ കൈകൊണ്ടുള്ള ആംഗ്യങ്ങളെ എന്താണ് അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതിന് തെളിവായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഹദീസ് ഇവിടെ വന്നിട്ടുള്ളത്. ആ ഭാഗമാണ് ഞാനിപ്പോ വായിച്ചത്. എന്ത് അഷാറത്ത് ഇല സമ, ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച്. ഖുൽതു ആയ ഫഅഷാറത്ത് ബിറഅസിഹ, കൈ തല കൊണ്ട് എന്തോ ഒരു ഇഷാറത്ത് കാണിച്ചു. അപ്പൊ അൽ ഇഷാറത്തു ബിൽ യദി ഔ ബിൽ റഅസി ജായിസുൻ ഫി നശ്റിൽ ഇൽം, ഇൽമ് വ്യാപിപ്പിക്കാൻ അല്ലെങ്കിൽ പകർന്നു കൊടുക്കാൻ ഇഷാറത്ത് എന്താണ്, ജായിസ് ആണ് എന്ന് സൂചിപ്പിക്കുന്നതിന്റെ ഹദീസാണ്. തഹ്രീദുൻ നബി വഫ്ദ അബ്ദുൽ ഖൈസ്, ഇത് നേരത്തെ വന്നൊരു ഹദീസിന്റെ തന്നെ വീണ്ടും എന്താണ് റിപ്പീറ്റേഷൻ ആണ്. അതായത് ഒരു അബ്ദുൽ ഖൈസിന്റെ ഒരു സംഘം വന്നിട്ട് പ്രവാചകന്റെ അടുക്ക് വന്നിട്ടുള്ള സംഭവമാണ്. അതിന്റെ എന്തായാലും ആ ഹദീസിന്റെ ലഫ്ള് വായിക്കും. അതെ, നേരത്തെ നമ്മൾ പറഞ്ഞേ ഞങ്ങൾക്കിടയിൽ ഒരു സംഘം ഉണ്ട്, അവരുള്ളപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ അഷ്ഹുറുൽ ഹുറുമിൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങൾ പ്രവാചകന്റെ അടുക്കിലേക്ക് വരാൻ പറ്റുള്ളൂ ഒക്കെ പറഞ്ഞു വന്ന സംഭവം ഉണ്ടല്ലോ.
4 നിഷേധിക്കുന്ന, 4 കൽപ്പിക്കുന്ന അപ്പൊ ആ ഹദീസ് അതിലെന്താന്ന് പറയാന്ന് പറഞ്ഞാല് ഇഹ്ഫദൂഹു വഅഖ്ബിറൂഹു മിൻ വറായിക്കും എന്ന് പറഞ്ഞ സെന്റൻസ് അവസാനത്തെ. ഇഹ്ഫദൂഹു വഅഖ്ബിറൂഹു വഅഖ്ബിറൂഹു മൻ വറാഅക്കും. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. എന്ത് ചെയ്യുക? എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളെ ബാക്കിലുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഇതെന്ത് ചെയ്യുന്നുണ്ട്? അറിവ് മനഃപ്പാടമാക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിക്കലും ഒരു നിർബന്ധ കാര്യമാണ് എന്നുള്ളതിലേക്ക് സൂചന നൽകുന്ന ഹദീസാണ് ഈ ഹദീസ്. അടുത്തത് ഒരു വിഷയത്തില് അതിനെ കുറിച്ച് പഠിക്കാനോ അന്വേഷിക്കാനും എന്ത് ചെയ്യാൻ പോവാന്നുള്ളത്. ഒരു വിഷയം നമ്മുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടായി, അപ്പൊ അത് അറിയുന്ന ആളുടെത്തേക്ക് അതിനെ പറ്റി അന്വേഷിക്കാൻ പോവാം. എന്താ ഹദീസ് നോക്കാം. 88-ാമത്തെ ഹദീസാണ്. അൻ ഉഖ്ബത്ത് ബിൻ ഹാരിസ് അന്നഹു തസവ്വജ ഇബ്നതൻ ലഅബി ഇഹാബ് ബിൻ അസീസ് ഫഅതതുഹു ഇംറഅത്തുൻ ഫഖാലത് ഇന്നി ഖദ് അർളഅതു ഉഖ്ബ വല്ലതി തസവ്വജ്. ഒരു സംഭവം എന്താന്ന് പറഞ്ഞാല് പിന്നെ ഒരു സംഭവം ഉണ്ടായി. എന്താണ് സംഭവം? അദ്ദേഹം തസവ്വജ ഇബ്നതൻ ലി അബി ഇഹാബ് ബിൻ അസീസ്. അബി ഇഹാബ് ബിൻ അസീസ് എന്ന് പറഞ്ഞ ആളുകളുടെ മകൾ എന്ത് ചെയ്തു? അദ്ദേഹം വിവാഹം കഴിച്ചു. അപ്പൊ അത്തത്തുഹു ഇമ്രഅത്തുൻ. അപ്പൊ ഒരു സ്ത്രീ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് ഇന്നി ഖദ് അർളഅതു അഖ്ബ വല്ലതി തസവ്വജ്. ഞാന് അഖ്ബയെയും വിവാഹം പാലൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവര് വിവാഹം കഴിച്ച സ്ത്രീയെയും എന്ത് ചെയ്തിട്ടുണ്ട്? പാലൂട്ടിയിട്ടുണ്ട്. അവർ പരസ്പരം ചിലപ്പോൾ അറിയണ്ടാവില്ല, പക്ഷെ രണ്ടുപേരെയും പാലൂട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ റക്കീബ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഉഖ്ബ എന്ത് ചെയ്തു? റക്കീബ പ്രവാചകന്റെ അടുക്കലേക്ക് പോയി. മദീനയിലേക്ക്. ഫസഅലഹു. എന്നിട്ട് അതിനെ കുറിച്ച് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ വഖദ് ഖീൽ. അത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വിവാഹം തുടർന്നുകൊണ്ടിരിക്കുന്നത്? വിവാഹം തുടരാൻ പറ്റൂല. ഫഫാറഖഹ ഉഖ്ബ വനകഹത് സൗജൻ ആഖർ. അങ്ങനെ അവളെ വിവാഹം വിച്ഛേദിച്ചു, വേറെ വിവാഹം കഴിച്ചു. കാരണം എന്താ പറഞ്ഞാൽ അവര് സഹോദരന്മാരെ പോലെയാണ്, വിവാഹ നിഷിദ്ധമായിട്ടുള്ള ആളുകളാണ്. അതേ അറിയില്ലായിരുന്നു. കല്യാണം കഴിച്ചപ്പോഴാണ് ആ സ്ത്രീ വന്ന് പറഞ്ഞത്. അപ്പൊ പ്രവാചകന്റെ അടുക്കൽ പോയിട്ട് എന്ത് ചെയ്തു? അന്വേഷിച്ചു. അപ്പോ നമുക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ, അറിയാത്തൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അറിവുള്ള ആളുകളുടെ അടുത്തേക്ക് എന്ത് ചെയ്യാം? ഈ വിഷയത്തെ കുറിച്ച് അന്വേഷിച്ച് പോവാം എന്നുള്ളതിന് തെളിവായിട്ട് ധരിക്കുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ്. ഓക്കെ, ആ സംഭവം. അടുത്തത് പകരം ആളെ ആക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസാണ്. കുൻതു വജാറുല്ലി മിനൽ അൻസാർ. ഞാനും എന്റെ ഒരു അയൽവാസി, എവിടെയുള്ള? അൻസാരികളുടെ കൂട്ടത്തിലുള്ള. തനാവബ അൻ-നുസൂലു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ രണ്ടുപേരും പ്രവാചകന്റെ അടുക്കൽ പോകുന്നത് എന്ത് ചെയ്തു? ഇങ്ങനെ തനാവബ. ഞാൻ പോകുമ്പോ മുപ്പര് വരൂല, മുപ്പര് പോകുമ്പോ ഞാനും വരൂല. എന്തിനറിയോ? പ്രവാചകന്റെ അടുക്കൽ പോയിട്ട് ഒരു ദിവസം മൊത്തം മുപ്പര് ചെലവഴിക്കണം. പ്രവാചകന്റെ അടുക്കൽ എന്തൊക്കെ കിട്ടാനുണ്ടോ വന്നിട്ട് വൈകുന്നേരം എനിക്ക് പറഞ്ഞു തരണം. മറ്റേ അടുത്ത ദിവസം മൂപ്പര് പഠിക്കുവോ, ഉമർ എന്ത് ചെയ്യും? പ്രവാചകന്റെ കൂടെ. അപ്പൊ ഓരോ ദിവസവും ഒരു ദിവസം ഒരു മഹീഷത്തിന് വേണ്ടി പോകുമ്പോ ഒരു ദിവസം അവര് അപ്പൊ ഇത് ഇങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് ആളുകളുടെ അടുക്കൽ നിന്ന് നമുക്കൊരു ക്ലാസ് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ആ ക്ലാസ്സിലേക്ക് വേറെ നമ്മൾ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഉപകാരം എടുക്കാം. അല്ലെങ്കിൽ അവര് പോകാൻ കഴിയാത്ത നമ്മൾ പോയിട്ട് നമ്മള് അവര് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഹദീസാണ്. ജസ്റ്റ് വായിക്കാം. അനവജാറിലെയും തനാവബൻ നുസൂൽ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളിങ്ങനെ തനാവബ പറഞ്ഞാൽ എനിക്ക് നായിബായിട്ട് അയാളെ പറഞ്ഞ നായിബുൽ ഫായിൽ ഇല്ലേ, അത് എനിക്ക് നായിബായിട്ട് മുമ്പരെ പറഞ്ഞേക്കുന്നു. അവന് നായിബായിട്ട്. അതിന് തനാവബ എന്നറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പകരക്കാരായിട്ട് പോകും. അഞ്ജലി യോമൻ അഞ്ജലി യോമൻ. അദ്ദേഹം ഒരു ദിവസം പോവും, ഞാനൊരു ദിവസം. നസലാറിന് ഇറങ്ങിയതാണ്. പ്രവാചകന്റെ അടുത്ത് ഇറങ്ങിയാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രവാചകന്റെ അടുക്കൽ പോവാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫൈദാ നസൽതു ജിഅ്തുഹു ബിഖബരി ദാലിക്കൽ യൗം. ഞാനൊരു ദിവസം പോയാൽ ഞാൻ അദ്ദേഹത്തെ ദിവസത്തെ വാർത്ത മൊത്തം മുപ്പർക്ക് കൊടുക്കും. മിനൽ വഹി വഗൈരിഹി. പ്രവാചകന് വഹി കിട്ടിയതാണെങ്കിൽ ശരി, ഇനി പ്രവാചകൻ പറഞ്ഞ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതൊക്കെ. വൈദാ നസല, നീ മൂപ്പരാണ് പോകുന്നെങ്കിൽ ഫഅല മിഥല ദാലിക്, അതുപോലെ മൂപ്പര് എനിക്കും പറഞ്ഞു തരും. അങ്ങനെ പരസ്പരം പകരം ആളെ പറഞ്ഞേക്കുകയായിരുന്നു. ഇതൊക്കെ എന്തിനാ സൂചിപ്പിക്കുന്നതാണ്? അറിവ് നേടിയെടുക്കാനുള്ള ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങൾ അന്വേഷിക്കല്.
അത് കേവലം ഇത് മാത്രമല്ല, അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോ എന്താ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ റെക്കോർഡ് ക്ലാസ് ഇത് റെക്കോർഡ് ചെയ്തിട്ട് വേറെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഉപകാരപ്പെടുത്താൻ പറ്റും. അങ്ങനെ പിന്നീട് ഉപകാരപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ അതിനെ സേവ് ചെയ്യുക, സൂക്ഷിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതകൾ ഉണ്ടാവുക. ഇതൊക്കെ എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഹദീസാണ്. ഇനി അൽ ഗളബു ഫിൽ മൗഇദ വത്തഅലീമി ഇദാ റഅ മാ യക്റഹ്. ഇഷ്ടമില്ലാത്ത സംഗതി കണ്ടാൽ അത് ചിലപ്പോൾ കോപിക്കേണ്ടി വരും, അല്ലെ ദേഷ്യപ്പെട്ട് പറയേണ്ടി വരും. അതെന്താണ് പ്രവാചകന്റെ സന്ദർഭത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും, കാണാൻ പറ്റും. അതെന്താകുമ്പോ ഖാദിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലാണ്, ഹദീസ് എത്രയാണ്, 90-ാമത്തെ ഹദീസാണ്. ഖാദിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഇമാം അല്ലദി യുതീലു സ്വലാത്ത ഫയശഖു അലൻ നാസ്. ഒരു ഇമാം ഉണ്ടായിരുന്നു, അദ്ദേഹം എന്ത് ചെയ്യുന്നു, കുറച്ച് നീട്ടി നിസ്കരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളോട് പ്രവാചകൻ എന്ത് ചെയ്തു, ദേഷ്യപ്പെട്ടു. ഫഖാൽ, അദ്ദേഹത്തിന് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ല ജനങ്ങളോ, അല്ലയോ ജനങ്ങളെ, എന്നക്കും മുനഫിറൂൻ, നിങ്ങൾ ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്യുന്ന, മൊത്തത്തിൽ ജനങ്ങളെ വിളിച്ചാണ് പറഞ്ഞത്, നിങ്ങൾ ആളുകൾ എന്ത് ചെയ്യുന്നു, വെറുപ്പിക്കുന്നു. നഫറ നഫറ എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കുക, മുനഫിറൂൻ നിങ്ങൾ വെറുപ്പിക്കുന്നവർ. ഇനി രണ്ടാമത്തെ ഗളിബ ഇൻദമാ സുഇല അൻ വാലബിൽ ഇബ്ലി, 91-ാമത്തെ ഹദീസിൽ അൽ ഇബ്ലു ളാഇയാനെ പറ്റി ഇങ്ങനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അമറ ബി തർക്കിഹ ലി അല്ലാ യസ്തതി ഹിമായത നഫ്സിഹ. അതായത് അതിന്റെ വഴിക്ക് വിട്ടേക്കാൻ പറഞ്ഞു. ഒരു പിന്നെ എന്താ പറയാ, ഒട്ടകം എവിടുന്നാ വന്നത് എന്താന്ന് അറിയാത്തൊരു ഒട്ടകത്തെ കണ്ടപ്പോ അതിനെ പറ്റി ഇങ്ങനെ ചോദിച്ചപ്പോ അതിന്റെ വഴിക്ക് വിട്ടേക്ക്, അതിനെന്ത് ചെയ്യാം, അതിന് വെള്ളം കുടിക്കാനോ അതിന്റെ ഭക്ഷണം കണ്ടെത്താനൊക്കെ അതിന് കഴിയും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് ചില സംഗതികൾ, ആവശ്യമില്ലാത്ത സംഗതികൾ ചോദിക്കണ്ട എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടും ആവാം അത്. അതേപോലെ തന്നെ ഖദിബ ഇൻദമ അക്സറ അലൈഹി സഹബ മിനൽ അസ്ഇല, കുറെ ചോദിച്ചു, കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അല്ലത്തി കരിഹഹ, ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ. ഫഫീഹ, അതില് ഒരാൾ ഇങ്ങനെ വരെ ചോദിച്ചു, സെലൂനി അമ്മാഷിത്ത് എന്ന് ചോദിച്ചപ്പോ ഫസഅലഹു റജുൽ, ഒരാൾ ചോദിച്ചു, മൻ അബി, എന്റെ വാപ്പയാരാ എന്ന് ചോദിച്ചു. ഫഅജാബഹു, അദ്ദേഹത്തിന് പറഞ്ഞു, അതിന് വരെ അദ്ദേഹം പ്രവാചകന് ഉത്തരം കൊടുത്തു. അതായത് ആൾക്കാരോട് എന്ത് ചോദിച്ചെന്ന് പറഞ്ഞപ്പോണ്ടല്ലോ, ഒരു ഭയമില്ലാണ്ട് പല ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്ത് ചെയ്തു, പറഞ്ഞു, റദീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ. എന്നാൽ അത് നിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹിനെ ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാൽ അത്രത്തോളം എന്താണ് ചോദിച്ചിരുന്നത്. അദ്ദേഹം ദേഷ്യപ്പെടുന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലായപ്പോഴാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക. يجوز للعالم എന്ന വിശദീകരണമാണ് അൻ يغضب في التعليم إذا رأى مخالفة شرعيا أو تعنتا في السؤال ليكون ذلك أبلغ في الزجر والتعليم. ദേഷ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വരും എന്നുള്ളതിന്. നമുക്കിപ്പോ പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചു വന്നില്ലെങ്കിൽ അധ്യാപകർക്കൊക്കെ ചൂടാവാന്നർത്ഥം. അടുത്ത ഒക്കെ ഇനി നമുക്ക് 94-ാമത്തെ ഹദീസ് വായിക്കാം. ബാബു മൻ ആദൽ ഹദീഥ തലാസൻ യഫ്ഹമൻ, ഒരു സംഗതി എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത്. അപ്പോ അതിന് വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ സല്ലമ സലാസൻ വഇദാ തകല്ലമ ബികലിമത്തിൻ ആദഹ സലാസൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അധികവും 3 വട്ടം പറയായിരുന്നു. അപ്പൊ ചില സംഗതി അങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കേൾക്കുന്ന സാമീങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനോ അത് എന്താ പറയാ, അവരുടെ മനസ്സിൽ തങ്ങാനോ വേണ്ടിയിട്ട് പ്രവാചകൻ അങ്ങനെ ഒരു ശൈലി ഉപയോഗിക്കാറുണ്ടായിരുന്നു. 3 തവണ അത് ആവർത്തിച്ച് പറയുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറയുന്നത്, പിന്നെ കാലിന്റെ മുകളിൽ തടവുന്നതിന് ബന്ധപ്പെട്ട് ഫനാദ ബി അലാ സൗത്തിഹി, നമ്മളെ മറ്റേ ഇതില്ല എന്താ പറയാ, ഒരു യാത്രക്കിടയിൽ അവർ വന്നിട്ട് നമ്മൾ നേരത്തെ വായിച്ചൊരു ഹദീസാണ്.
വൈലുല്ലിൽ അഖാബി മിനന്നാരി മറത്തൈൻ ഔ സലാസൻ. വൈലുല്ലിൽ അഖാബി മിനന്നാർ എന്നുള്ള ഒച്ചത്തില് പ്രവാചകൻ 3 തവണ പറഞ്ഞത്. അതിന് അവരാ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് അത് എന്ത് ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്. ഓക്കെ. ഇനി തഅലീമുർ റജുലി അമതഹു വ അഹ്ലഹു. ഒരു പിന്നെ തന്റെ ഭാര്യയെയോ അല്ലെങ്കിൽ തനിക്ക് കീഴിലുള്ള അടിമയോ ഒക്കെ എന്ത് ചെയ്യാം, പഠിപ്പിച്ചു കൊടുക്കുക. ഒരു പുരുഷന് പഠിപ്പിച്ചു കൊടുക്കുക, അവന് അറിവ് നൽകുക എന്നുള്ളത് എന്താണ്, സുന്നത്താണ്, അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ ശിക്ഷണത്തിലും പിന്നെ ശിക്ഷണത്തിൽ പെട്ടതാണ്. നോക്കാൻ എന്താണെന്നില്ല. അന്റെ അബി ബുർദത്ത അൻ അബീഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാഹത്തുൽ ലഹും അജ്റാൻ. 3 ആളുകൾ, അവർക്ക് 2 പ്രതിഫലമുണ്ട്. ആ അജ്റും റജുലുൻ മിൻ അഹ്ലിൽ കിതാബി ആമന ബിനബിയിഹി വ ആമന ബി മുഹമ്മദ്. ഒന്ന് ആരാണ്? അഹ്ലുൽ കിതാബ് പെട്ട ആളുകളാണ്. അവര് അവരുടെ പിന്നെ പ്രവാചകരിൽ വിശ്വസിച്ചു. അതേപോലെ തന്നെ എന്തും ചെയ്തു, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിച്ചു. വല അബ്ദുൽ മംലൂക്ക്, അതേപോലെ തന്നെ ഒരു അടിമ. ഇദാ അദ്ദ ഹഖ് അല്ലാഹി വ ഹഖ് മവാലിഹി, അവൻ അള്ളാഹുവിനോടുള്ള പിന്നെ കരാറുകൾ അല്ലെങ്കിൽ വ്യവസ്ഥകൾ, ഹക്കുകൾ, അള്ളാഹു നൽകേണ്ട അവകാശങ്ങളൊക്കെ നൽകി. അതേപോലെ തന്നെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഉടമസ്ഥന് നൽകേണ്ട അവകാശങ്ങളും നൽകി, ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തിയാക്കി. പിന്നെ 3 ഇനി ഒരു മനുഷ്യൻ, അയാളുടെ അടുത്ത് ഒരു അടിമ ഉണ്ടായിരുന്നു. അദ്ദബഹ, അവളെ ഏറ്റവും നല്ല അഥവാ അവര് പഠിപ്പിച്ചെടുത്തു, ഏറ്റവും നല്ല രീതിയിൽ അവളെ വളർത്തി. അഹ്സന തഅദീബഹ, അങ്ങനെ അദ്ദബ എന്ന് പറഞ്ഞാല് മര്യാദ പഠിപ്പിച്ചെന്നുള്ള അർത്ഥമാണ്. ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്തു, മര്യാദ ആളുകളെ ഇടപെടുന്നതും ജീവിതമൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. വഅല്ലമഹ ഫഅഹ്സന തഅലീമഹ, അവർക്ക് അറിവ് നൽകി, ഏറ്റവും നല്ല അറിവ്. തുമ്മ അഅതഖഹ, അങ്ങനെ അവളെ എന്ത് ചെയ്തു, അടിമമോചനം നൽകി. ഫതസവ്വജഹ, എന്നിട്ട് അവരെ വിവാഹം കഴിച്ചു. ഫലഹു അജ്റാൻ, അവർക്ക് എന്തുണ്ട്, 2 കൂലിയുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ 2 അജ്റുണ്ട് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അറിവ് തന്റെ അടിമകൾക്കും കുടുംബത്തിനും ഒക്കെ പകർന്നു കൊടുക്കുക എന്നുള്ളത് അള്ളാന്റെ അടുക്കല് അജ്റ് കിട്ടുന്ന കാര്യമാണ്. അപ്പൊ രണ്ട് അറിവ് കിട്ടുന്ന, 2 അജ്റ് കിട്ടുന്ന കുറച്ച് 3 കൂട്ടരെ പറഞ്ഞത്. ഒന്നെന്താണ്, അഹ്ലുൽ കിതാബുള്ളവര് ഇസ്ലാം സ്വീകരിച്ചാല്, കാരണം ഇത് അവരവരുടെ നബിയെ അംഗീകരിച്ചുകൊണ്ട് വന്ന, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മാർഗത്തിൽ പിന്തുടർന്ന ആളുകളാണ്. എന്നിട്ട് പ്രവാചകൻ വന്നപ്പോ അവനെ വിശ്വസിച്ചു എന്നുള്ളത്. രണ്ടാമത്തത് അടിമ അദ്ദേഹത്തിന്റെ ഉടമസ്ഥനോടുള്ള ബാധ്യതകൾ തീർക്കുന്നുണ്ട്, അതോടൊപ്പം അള്ളാഹിനോടുള്ള ബാധ്യത തീർക്കേണ്ട ഉടമസ്ഥൻ, 2 ബാധ്യത. പിന്നെ 3-മത്തത് അടിമക്ക് ഉടമസ്ഥൻ എന്ത് ചെയ്യാണ്, അറിവും വിവരവും പിന്നെ അതവും പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ അവരെന്ത് ചെയ്തു, അടിമോചനം നടത്തി വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ആകുമ്പോ അവർക്ക് 2 അജ്റുകളാണെന്ന് പറയും. ഇനി സ്ത്രീകൾക്ക് പിന്നെ അത് കൊടുക്കുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജ വമഅഹു ബിലാൽ, ബിലാൽ റളിയല്ലാഹുവിന്റെ കൂടെ പ്രവാചകൻ പുറത്തിറങ്ങി. ഫദന്ന അന്നഹു ലം യസ്മഅ അൻ-നിസാ, അപ്പോ പിന്നെ കുറച്ച് സ്ത്രീകൾ എന്തോ പറയുന്നുണ്ട്, അത് കേൾക്കാത്ത പോലെ തോന്നി. ഫവഅലഹുന്ന വഅമറഹുന്ന ബിസ്സദഖ. ഓക്കേ, അന്നഹു ലം യസ്മഅ അൻ-നിസാ, അവിടെ ഒന്ന് വായിക്കുക ഹദീസ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ വമഅഹു ബിലാൽ എന്നുള്ള 97-ാമത്തെ ഹദീസ്. ഒരാൾ വായിക്കും. ആ ആ അമറഹുന്ന ബിസ്സദഖത്തി കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ലല്ലോ, വജാലത്തിന് മറഅത്തും. ഇതിലെന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഒരിക്കൽ ബിലാൽ റളിയല്ലാഹുവിന്റെ കൂടെ ഇറങ്ങിയപ്പോ അന്നഹു ലം യുസ്മഅ എന്ന് പറഞ്ഞാല് പിന്നെ അദ്ദേഹം കേട്ടിട്ടില്ല, സ്ത്രീകള് അദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കിയിട്ടില്ല എന്നെന്തോ തോന്നി. അപ്പൊ എന്ത് ചെയ്തു, ഫവഅലഹുന്ന, അപ്പൊ അവർക്ക് ഉപദേശം നൽകി. വഅമറഹുന്ന ബിസ്സദഖ, അവരോട് അവരുടെ കയ്യിലുള്ള ഖാത്തമും സംഗതികളൊക്കെ സ്വതക്കയായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, അലൽ ഇമാമി വൽ ആലിം, ഒരു ഇമാമിന് അല്ലെങ്കിൽ ആലിമിന് എന്ത് ചെയ്യണം,
മസ്ഊലിയത്തുഹു, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് തഅലീമു നിസാഇ കമാ യുഅല്ലിമു അർറിജാൽ. പുരുഷന്മാർക്ക് പള്ളിയിൽ നിന്ന് മറ്റു ചിലപ്പോൾ ഹൽക്കകളിലൊക്കെ എന്ത് ചെയ്യും, ദർസ് കൊടുക്കുന്നുണ്ടാവും ഇമാം. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് എന്ത് ചെയ്യണം, ഇവര് അത് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതിലേക്കുള്ള ഒരു തെളിവായിട്ടാണ് അത് പറയുന്നത്. വഹുന ഹസ്സൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ പ്രത്യേകം പറയുന്നത് എന്താ പറഞ്ഞാല് ഖസ്സസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിനിസാഇ മൗഇദത്തുൻ ബഅദ ഖുത്ബത്തിൽ ഈദ്. ഈദിന്റെ ഖുത്ബക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ഒരു മൗഇദത്ത് നൽകാറുണ്ടായിരുന്നു, ഒരു വാദ് കൊടുക്കാറുണ്ടായിരുന്നു. ബിഅന്നഹു വന്ന അന്ന സൗതഹു ലം യസിൽ ഇലൈഹിന. കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾ അവരുടെ ഈദ് മുസല്ലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് സൗണ്ട് പ്രവാചകൻ ദൂരെ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല എന്ന് കരുതിയിട്ട് വീണ്ടും അവരുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യായിരുന്നു, ഒന്നുകൂടി പറയായിരുന്നു. വഹസ്സഹുന്ന അല സദഖ, അതിലെ പ്രത്യേക അവരോട് ഉണർത്തി എന്താണ്, പിന്നെ ഈ സദഖയെ കുറിച്ചാണ്. അപ്പൊ അവരെന്നെ പെട്ടെന്ന് എന്ത് ചെയ്തു, എല്ലാവരും സദഖ നൽകുകയും ചെയ്തു. അതാണ് പിന്നെ ബിലാലിനൊപ്പരം ഇറങ്ങിയപ്പോ എന്ത് ചെയ്തു, സ്ത്രീകൾ കേട്ടിട്ടില്ല എന്ന് തോന്നി. അല്ലഹു ലം യസ്മ, അദ്ദേഹം കേൾക്കപ്പെട്ടിട്ടില്ല എന്നാൽ അവരെന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ കേട്ടിട്ടില്ല എന്ന് തോന്നി. അപ്പൊ അദ്ദേഹം പോയിട്ട് എന്ത് ചെയ്തു, അവർക്ക് ഒന്നുകൂടി പറഞ്ഞു കൊടുത്തതാണ്. ഇനി പിന്നെ അൽ ഹിർസു അൽ ഹദീസ്. عن ابي هريره انه قال قيل يا رسول الله من اسعد الناس بشفاعتك يوم القيامه. പ്രവാചകരെ, അള്ളാന്റെ പ്രവാചകരെ, താങ്കളുടെ ഷഫാഅത്ത് കിട്ടാൻ ഏറ്റവും അർഹരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു. അപ്പോ പ്രവാചകർ പറഞ്ഞത് ലഖദ് ളനൻത യാ അബാ ഹുറൈറ അൻ ലാ തസ്അൽനി അൻ ഹാദാ അൽ ഹദീസ് അഹദുൻ അവൽ മിൻക. എനിക്ക് തോന്നിയിരുന്നു നിന്റെ മുമ്പ് ആരും എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതയില്ല. ലമ്മ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, എന്തെന്ന് പറഞ്ഞാല് നിനക്ക് ഹദീസിനോടുള്ള ഒരു താല്പര്യം അത് കണ്ടിട്ട്. അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമത്തി. അതിന്റെ ഉത്തരം പറയണം. ആദ്യം അബൂ ഹുറൈറയെ പറ്റിയൊരു ഗുണം പറയാണ് താങ്കൾക്ക്. അത് കാരണം അബൂ ഹുറൈറ എന്ത് ചെയ്യായിരുന്നു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ എന്താ ചെയ്തത്, ഒരാളെ പകരം പറഞ്ഞല്ല പറഞ്ഞത്. അബൂ ഹുറൈറ പറഞ്ഞത് എനിക്ക് എന്റെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാചകന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യായിരുന്നു, ഈ ഹദീസ് പഠിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു ഹിർസിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയാണ് അസ്അദൻ നാസ് ബിശഫാഅതി യൗമൽ ഖിയാമ. എനിക്ക് ഏറ്റവും പിന്നെ എനിക്ക് ഷഫാഅത്ത് കിട്ടാൻ സാധ്യതയുള്ള ഒരു വിഭാഗം ആരെന്ന് പറഞ്ഞാല് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി. ഒരാള് ഹൃദയത്തില് നിഷ്കളങ്കമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരാള് ആരാണോ അവർക്കാണ് എന്ത് ചെയ്യാൻ എന്റെ ഷഫാഅത്ത് ലഭിക്കുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകൾക്കൊക്കെ അതെന്ത് ചെയ്യും, ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി കൈഫ യഖ്ബദുൽ ഇൽം, ഇൽം എങ്ങനെ പിടിക്കപ്പെടാം. ഇന്നല്ലാഹ ലാ, നമ്മൾ നേരത്തെ വായിച്ചു. വലാകിൻ യഖ്ബദുൽ, പിന്നെ നേരത്തെ ഒരു ഹദീസിൽ നമ്മൾ പറയും ഇന്നല്ലാഹ ലാ യഖ്ബദുൽ ഇൽമ ഇന്തിസാ, സോറി, നേരത്തെ ഒരു ഹദീസില് യഖ്ബദുൽ ഇൽമ പിന്നെ യദ്ഹറു സിന എന്നൊക്കെ പറഞ്ഞ ഹദീസ് വായിച്ചു പറഞ്ഞതാണ്. അപ്പോ അതിന്റെ ഒരു വിശദീകരണമാണ് നമുക്ക് ഈ ഹദീസിന് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഈ അറിവ് പിടിക്കപ്പെടുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ യുർഫഉൽ ഇൽമ എങ്ങനെയാണ്, അതിനൊരു വിശദീകരണം ആയിട്ട് നമുക്ക് ഈ ഹദീസിനെ മനസ്സിലാക്കാം. എന്താ പറയുന്നത്, അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് റളിയല്ലാഹു അൻഹു. സമീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറയുന്നുണ്ട് ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഹു മിനൽ ഇബാദ്. അല്ലാഹു ഇൽമിനെ ഒറ്റപ്പെടുത്തം പിടിക്കല്ല ചെയ്യുക. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. എങ്ങനെയാണ്, ഉലമാക്കളുടെ റൂഹ് പിടിച്ചുകൊണ്ടാണ് അല്ലാഹു അറിവ് പിടിക്കുന്നുണ്ടാവുക. ഹത്താ ഇദാ ലം യബ്ഖി ആലിമൻ ലം യബ്ഖ ആലിമൻ. അവസാനം എന്ത് ചെയ്യില്ല, ഒരൊറ്റ ആലിമും ഇല്ലാത്ത രീതിയിൽ അങ്ങ് അവസാനിച്ചിട്ടു. ഇത്തഖദ അന്നാസു റൂഊസൻ ജുഹാലൻ. ജനങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യും, കുറെ പിന്നെ ജാഹിലായിട്ടുള്ള നേതാക്കന്മാരെ സ്വീകരിക്കും. എന്നിട്ട് അവരോട് ചോദിക്കും, അറിവില്ലാണ്ട് അവരെന്തെങ്കിലും ഉത്തരം പറയുകയും ചെയ്യും. അവര് സ്വന്തം വഴി വെച്ച് പോവുകയും ചെയ്യും, മറ്റുള്ളവരെ വഴി പിഴപ്പിക്കുകയും ചെയ്യും. അതിന്റെ ശർഹ്
മനുഷ്യർ ആവശ്യമില്ലല്ലോ, മനസ്സിലായില്ലേ എന്താ സംഭവം? അടുത്ത ഹദീസ് വായിക്കാം. ഹൽ യജ്അൽ ലിന്നിസാഇ യൗമൻ അലാ ഹിദാത്തി. നമ്മൾ നേരത്തെ വായിച്ചൊരു ഹദീസിന്റെ ആ ഒരു സംബന്ധനാണ് ഇവിടെ പറയുന്നത്. സ്ത്രീകൾക്കായിട്ട് പ്രത്യേക ഒരു ദിവസം എന്ത് ചെയ്യാന് വേണമെന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ സ്ത്രീകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈദ് ദിവസത്തിന്റെ ഖുത്ബ പറഞ്ഞപ്പോ കേട്ടിട്ടില്ല തോന്നിട്ട് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, കാലത്തിൻ നിസാഉലിൻ നബി, സ്ത്രീകളൊക്കെ വന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഗലബന അലൈക റിജാൽ, പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? അതിജയിച്ചിരിക്കുന്നു. താങ്കളുടെ കൂടെ കൂടുതൽ സമയം പുരുഷന്മാരാണ് ഉണ്ടാവുക. ഫജഅൽ ലനാ യൗമൻ മിൻ നഫ്സിക, താങ്കൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഒരു ദിവസം നിശ്ചയിക്കണം. എല്ലാ ദിവസവും പുരുഷന്മാർ വന്നിട്ട് സംശയം ചോദിക്കലും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, അങ്ങനത്തെ സമയമല്ല. ഫവഅദഹുന്ന യൗമൻ ലഖിയഹുന്ന ഫീഹി ഫവഅദഹുന്ന വഅമറഹുന്ന. ആ ദിവസം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഇവരെ കണ്ടുമുട്ടി, അവരോട് സംസാരിച്ചു, വാത് കൊടുത്തു, ഉപദേശം കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ദിവസം അതിന് വേണ്ടി നിശ്ചയിച്ചു. 101 102 ഹദീസിൽ പോയെ. അടുത്തത്, ഒരാളൊരു വാക്ക് കേട്ടിട്ട് അതെന്ത് ചെയ്യാണ്? വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മനഃപ്പാടമാക്കാൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം. മനസ്സമയ ചെയ്യാൻ ഒരു സംഗതി ഒരാൾ കേട്ടു, ആരിപ്പം അതിങ്ങനെ ആവർത്തിച്ചു അത് മനസ്സിലാക്കുന്നവരെ. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹൂസിബ ഉദ്ദിബ, ആരെങ്കിലും ഹിസാബിന് പാത്രമായിട്ടുണ്ട് എങ്കിൽ, പറഞ്ഞാൽ അള്ളാന്റെ ഹിസാബിന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ ഉറപ്പാണ്, ശിക്ഷിക്കപ്പെടും. കാലത്ത് ആയിഷ ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചത്, അവലൈസ യഖൂലുല്ലാഹു തആല, അല്ലാഹു പറയുന്നത് ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അല്ലാഹു ഒരു സ്ഥലത്ത് പറയുന്നില്ല ഹിസാബൻ യസീറ ആയിരിക്കും ഹിസാബിയ. അപ്പൊ ഫഖാല, ഇതിന് വീണ്ടും ആയിഷ എന്നോട് പറയാണ്, വേറെ ആള് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഫഖാല എന്ന് പറയുന്നത്. പ്രവാചകൻ എന്താ പറഞ്ഞത്? ഇന്നമാ ദാലിക അൽ അർളു, ഇന്നമാ ദാലിക അൽ അർളു, അതെന്താണ്? കേവലമായിട്ട് ഒരു കാഴ്ചയാണ്. എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതെന്തല്ല, ഹിസാബല്ല. ഹിസാബ് എന്ന് പറഞ്ഞാല് ആണ് നിൽക്കുക പോലെ ഇതെന്താ സംഭവം എന്നുള്ളൊരു ചോദ്യത്തിൽ പെട്ടാൽ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? ആ ചോദ്യത്തിന്റെ ഉത്തരം തീർച്ചയായിട്ടും എന്തെങ്കിലും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. വലാകിൻ മൻ നൂഖിഷൽ ഹിസാബ്, ഒരു ഇങ്ങനെ പോകുന്ന നമ്മളിങ്ങനെ ഇത് ഡിസ്പ്ലേയിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും ഓരോ പ്രവർത്തനങ്ങളും. അപ്പൊ അങ്ങനെ പോകുന്നതിനിടയിൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് നല്ല പറയും പോസ് ചെയ്ത് പറഞ്ഞിട്ടേ പെട്ട്. ഒരു വിഷയം ചർച്ചക്കെടുത്താൽ നൂക്കിഷാറിന്റെ നിക്കാഷ് ഉണ്ടായാൽ, അപ്പൊ ഒരു വിഷയം ചർച്ച ചെയ്താൽ നൂക്കിഷൽ ഹിസാബ് യുഹ്ലിക്, അവൻ നശിച്ചത് തന്നെ. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ ചെയ്തു പോകുന്ന പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യും? ഈ ഒരു സാധനം ഹിസാബിന് വിധേയമാക്കേണ്ടി വരും. ഈ ഹിസാബൻ യസീറ എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ്. മൊത്തം കാണിക്കും, എന്നിട്ട് വിട്ടെന്ന് അറിയാം. അതല്ല, ഓരോന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു പണി പാടും എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇതെന്താ പറഞ്ഞാല് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാല്, ആയിഷ റളിയല്ലാഹു അൻഹ അത് ഉദ്ധരിച്ചൊരു ശൈലിയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പ്രവാചകനോട് ഒരു സംഗതി എന്ത് ചെയ്യില്ല, പിന്നെ ഒരു സംഗതി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ചോദിച്ച് മനസ്സിലാക്കും. അതിനെ മുറാജഅത്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യുക. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതി അന്വേഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഇവിടെ മുറാജഅത്ത്. അപ്പോ ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ, അപ്പൊ ആ ആയത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് പ്രവാചകരോട് ചോദിച്ചു ആയിഷ റളിയല്ലാഹു അൻഹ. അതാണ് ഇവിടെ സംഭവം. നമുക്ക് അറിവുമായിട്ട് ബന്ധപ്പെട്ട് ഇതെങ്ങനെ കണക്ട് ചെയ്യുന്ന വെച്ചാല്, ഒരു സംഗതി അറിയാൻ വേണ്ടി, അതിന്റെ വിശദീകരണം അറിയാൻ വേണ്ടി ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് എന്താണ്? അനുവദനീയമാണ്, അല്ലെങ്കിൽ അറിവിനെ നേടുന്നതിന് ബന്ധപ്പെട്ടതാണ്. അതാണ് ഇവിടെ ഹദീസുമായിട്ടുള്ള കണക്ഷൻ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലാവാൻ ഒരു സംഗതി വിടൂലേ, മനസ്സിലാവുന്നത് വരെയാണ് അതിനെന്ത് ചെയ്യാൻ ചോദിക്കും. ഒരു സംഗതിയും വീണ്ടും ചോദിക്കുക, അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് എന്താണ്? അതിന്റെ ഒരു ഘടകം. ഇനി അടുത്ത ബാബ് നമ്മൾ നേരത്തെ വായിച്ചതാണ് ലിബല്ലിഗ് ഷാഹിദ് അൽ ഗായിബ്. മക്ക ഇതില് ഹജ്ജത്തുൽ വിദായിലെ പ്രവാചകന്റെ ഖുതുബയുടെ അവസാനത്തെ ഭാഗം. അറിയാത്തവര് അറിയുന്നതല്ലേ, കേട്ട ആളുകൾ കേൾക്കാത്തവരെ എത്തിച്ചു കൊടുക്കട്ടെ. ഒഴിവാക്കി അടുത്ത ബാബ് 106 106 മുതൽ 10 വരെയുള്ള ഹദീസാണ് ഈ പറയുന്നത്. അതൊക്കെ പറയുന്നത് പ്രവാചകന്റെ മേല് കളവ് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ ഹദീസുകളുടെ ക്രോഡീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസ്, ഒരു പ്രധാനപ്പെട്ട ഹദീസാണിത്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ. അതിൽ കുറെ ഹദീസുകൾ എന്താ രീതിയിൽ വരുന്ന റിപ്പോർട്ട് ചെയ്യുന്ന
ഈ ഹദീസ് ഓർമ്മിച്ച് വെക്കുക. ആരെങ്കിലും എന്റെ മേല് കളവ് പറയുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ, നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചോട്ടെ. നരകത്തിൽ ആദ്യം ഒരു സീറ്റ് റെഡിയാക്കിയിട്ട് വേണമെങ്കിൽ, അതായത് പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു സംഗതി പറയുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രവാചകൻ പറഞ്ഞതാണെങ്കിൽ ഓക്കെ, പ്രവാചകൻ പറയാത്തൊരു സംഗതി പ്രവാചകന്റെ മേലിൽ കെട്ടിച്ചമച്ചിട്ടുള്ളതാണ് എങ്കിൽ അത് അള്ളാഹ് നാളെ ശിക്ഷിക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഏറ്റെടുക്കുന്ന ഒരുപാട് ജനങ്ങൾ പിന്നിലുണ്ട്, അവരൊക്കെ തെറ്റിലാക്കുകയാണ്. അപ്പൊ അത് വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന് ആ ഹദീസുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസാണ്. 6 മുതൽ 6, 7, 8, 9, 10 ഹദീസുകളൊക്കെ ഇതിനെ പറ്റിയാണ് പറയുന്നത്. പ്രവാചകന്റെ മേൽ എന്ത് ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, ഹദീസുകൾ കെട്ടിച്ചമയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി പിന്നെ കിതാബത്തിലെ ഇൽമ് എഴുതുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പ്രവാചകന്റെ ഹദീസുകൾ എഴുതപ്പെട്ടിരുന്നു ഇല്ല എന്നുള്ള ചർച്ചകൾ. അപ്പൊ അതിലൊന്നാണ് പിന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ്, മാ ഇൻദനാ കുത്താബുൻ ഇല്ലാ മാ ഇൻദനാ കിതാബുൻ ഇല്ലാ കിതാബ് അല്ലാഹി ഔ ഫഹുമുൻ ഉഅതിയഹു റജുലുൻ മുസ്ലിമുൻ ഔ മാ ഫീ ഹാദിഹി സഹീഫ. ആ ഹദീസ് ഒന്നുകൂടി വായിക്കും, അടുത്തുള്ള ഇങ്ങനെ അതിന്റെ ഹറക്കത്തുനിന്ന് വായിക്കും നോക്കിയിട്ട്. حدثنا محمد بن سلام قال أخبرنا وكيع عن سفيان عن مطرف عن الشعبي عن أبي جحيفة قال قلت لعلي بن أبي طالب هل عندكم كتاب. അപ്പോ ഞങ്ങൾ അലി റളിയല്ലാഹു ചോദിച്ചു, നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും കിതാബ് ഉണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, ല ഇല്ല കിതാബുല്ലാഹ്, അള്ളാഹിന്റെ കിതാബ് അല്ലാതെ, ഔ ഫഹ്മുൻ ഉഅതിയഹു റജുലുൻ മുസ്ലിം, അല്ലെങ്കിൽ ഒരു വിജ്ഞാനം, ഒരു മുസ്ലിമിന്റെ അവന് കിട്ടിയിട്ടുള്ള വിജ്ഞാനമാണ് ഞങ്ങളുടെ രേഖ. ഔ മാഫി ഹാദിഹി സഹീഫ, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള ഈ സഹീഫയിലുള്ളതാണ് ഞങ്ങളുടെ വിജ്ഞാനം. ഖാല ഖുൽതു ഫമാ ഫി ഹാദിഹി സഹീഫ, ഈ സഹീഫയിൽ എന്തൊക്കെയുള്ളത്? ഖാല, അദ്ദേഹം പറഞ്ഞത്, അൽ അഖ്ൽ, ബുദ്ധിയുണ്ട്, ഫക്കാക്കുൽ അസീർ, പിന്നെ അടിമകൾ എന്ത് ചെയ്യണം, മോചിപ്പിക്കണം എന്നുണ്ട്. വല യുഖ്തലു മുസ്ലിമുൻ ബികാഫിർ, വല യുഖ്തലു മുസ്ലിം ബികാഫിർ, ഒരു കാഫിറിനാൽ ഒരു മുസ്ലിം എന്ത് ചെയ്യരുത്, കൊല്ലപ്പെടരുത് എന്നും ഉണ്ട്. അവരുടെ സംരക്ഷണം. ഫക്ക എന്ന് പറഞ്ഞ ഫക്കു റഖബ അല്ലേ, ഫക്കു റഖബ. അസീർ എന്ന് പറഞ്ഞ ഇത് പിന്നെ ഇത് അടിമക്ക് പറയാം, അതേപോലെ തന്നെ ജയിൽ മോചിതൻ എന്നുള്ള രീതിയിൽ ജയിലാളിക്ക് പറയും. അവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഫക്ക എന്നാണ്. സഹീഫത്ത് എന്ന് പറഞ്ഞാൽ വറഖത്തുൽ മക്തൂബ, ഒരു എഴുതിയ രേഖക്കാണ് സഹീഫത്ത്. വകാന മുഅല്ലഖത്തുൻ ബിസൈഫിഹി, അദ്ദേഹത്തിന്റെ വാളിന്റെ കൂടെ കെട്ടിയിട്ട് തൂക്കിയിട്ട് ഒരു നമ്മള് കിച്ചനൊക്കെ വെക്കുന്ന പോലെ വാളിന്റെ കൂടെ ഉള്ളായിരുന്നു. അൽ അഖ്ൽ എന്ന് പറഞ്ഞാല് അവിടെ ദിയാണ് ഉദ്ദേശിക്കുന്നത്. ഫക്കാക്കുൽ അസീർ എന്ന് പറഞ്ഞാല് മാ യഖ്ലുസു ബിഹി മിനൽ അസീർ, ബന്ധനസ്ഥൻ മോചിതനാവുന്ന ബന്ധി മോചനം, ബന്ധിമോചനം അല്ല പറയാ, ആ സംഗതിയാണ് ഉദ്ദേശിച്ചത്. ഇത്രയും സംഗതിയാണ് അതിൽ വരുന്നത്. ഓക്കെ, അടുത്തത് അബീ ഹുറൈറ ഉക്തുബുലി അബി ഫുലാനിൻ എന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, നമ്മൾ മുഴുവൻ വായിക്കുന്നില്ല. അതിലെന്താണ്, എഴുതുക എന്ന് പറയുന്ന ഓർഡർ പ്രവാചകന്റെ അടുക്കൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ അപ്പൊ ആ എഴുതുക എന്നുള്ളത്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തില് ഹദീസുകൾ രേഖപ്പെടുത്താൻ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, പറഞ്ഞിട്ടില്ലായിരുന്നു. ഹദീസുകൾ ഇപ്പൊ എഴുതണ്ട എന്നുള്ള രീതിയിലായിരുന്നു കൊടുത്തിരുന്നത്. കാരണം എന്താ പറഞ്ഞാല് ഖുർആൻ എഴുതുമ്പോൾ ഹദീസ് എഴുതിയിട്ട് ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യേണ്ടതില്ല, വെർജായി പോവേണ്ടതില്ല എന്നുള്ള ഒരു സംഗതി ഉള്ളത് കൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തില് ഹദീസ് എഴുതേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് പിൽക്കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾക്ക് തമ്മിൽ വേർതിരിക്കാൻ കഴിയും എന്നുള്ള അവസ്ഥ എത്തിയപ്പോ അത് എഴുതാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ നിരോധിച്ചിട്ടില്ല. മാമിൻ അസ്ഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദു അക്സറ ഹദീസൻ മിൻഹു മിന്നി, അബൂ ഹുറൈറ പറയുന്ന വേറൊരു ഹദീസാണ്, ഒരാളില്ല ഞാൻ ഉദ്ധരിച്ച അത്രയും ഹദീസുകൾ ഇല്ലാ മാക്കാന മിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ ഫഇന്നഹു കാന യക്തുബ് വലാ അക്തുബ്. ചിലപ്പോ അബ്ദുല്ലാഹി ബിൻ ഉമർ ഉണ്ടായിരിക്കാം, കാരണം എന്താ, അദ്ദേഹം എഴുതി വെക്കാറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്യാറില്ല, എഴുതി വെക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ എഴുതി വെക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഹദീസുകൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം, അല്ലെങ്കിൽ എന്റെ അടുത്ത് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയും സമയം പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. ഇവർ വേറെ ഹദീസിൽ പറയുന്നത് പിന്നെ ഞാൻ അത്രയും സമയം ചെലവഴിച്ചിരുന്നുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നുണ്ട്. വേറെ ഹദീസ് എന്ന് പറഞ്ഞാല് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഫീ മറദി വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഖൗലുഹു ഉത്തൂനി, പ്രവാചകൻ പിന്നെ മരണശയ്യനായി രോഗത്തിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഉത്തൂനി ബി കിതാബിൻ, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പുസ്തകം കൊണ്ടുവരും. അക്തുബുലക്കും കിതാബൻ ലാ തദല്ലുഹു ബഅദഹു, ഞാൻ നിങ്ങൾക്ക് ചില സംഗതികൾ എഴുതി തരാം. പ്രവാചകൻ പറഞ്ഞുതരും. അത് നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യില്ല? ലാ തദല്ലു ബഅദഹു, നിങ്ങൾ എന്ത് ചെയ്യില്ല? അതിന് ശേഷം വഴിപിഴച്ചു പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു ഹദീസ്. അപ്പൊ ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? എഴുതാം. അപ്പൊ ഇത് ഇന്ന് നമുക്ക് നമ്മള് ജീവിതത്തിലേക്ക് ബന്ധപ്പെടുത്തിയിട്ടില്ല എങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടുന്നതായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾക്ക് എന്താണ് ഉദാഹരണമാണ്. പ്രവാചകൻ പിന്നെ പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് 100-200 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ബുഖാരി, മുസ്ലിം പോലെയുള്ള പണ്ഡിതന്മാർ ഇത് ക്രോഡീകരിക്കുന്നത്. ഇത്രയും കാലം ഇത് എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാവും. അപ്പൊ അതുവരെ ഹദീസ് ഇല്ലായിരുന്നു. അങ്ങനെയല്ല, പ്രവാചകൻ അത് എന്ത് ചെയ്തിട്ടുണ്ട്? അന്നേ പറഞ്ഞിട്ടുണ്ട് ക്രോഡീകരിക്കുവാനും, അല്ലെങ്കിൽ അതിനെ ക്രോഡീകരിക്കാൻ പറഞ്ഞില്ലെങ്കിൽ അതിനെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവുകളാണ് അതൊക്കെ. അത് ആളുകൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അതെല്ലാം കിതാബത്തായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിവാണ് ഈ പറഞ്ഞ ഹദീസുകളൊക്കെ തന്നെ. അപ്പോ അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അൽ ഇൽമു വൽ ഇളത്തു ബില്ലൈൽ, പിന്നെ രാത്രി സമയങ്ങളിൽ ദർസ് കൊടുക്കുന്ന ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ അമ്പ് സലമ കാലത്ത് ഇസ്തിഖാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തിൽ, ഒരു രാത്രി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു, ഫഖല സുബ്ഹാനല്ലാഹ് മാദാ അൻസല ലൈല മിനൽ ഫിതൻ, എന്തൊരു പിന്നെ പരീക്ഷണമാണ് ചിലപ്പോൾ ഈ രാത്രിയിൽ ഇറങ്ങിയിട്ടുള്ളത്. വമാദാ ഫതഹ മിനൽ ഖസാഇൻ ഐഖ്ളു സവാഹിബാത്തിൽ ഹിജ്ർ ഫറബ്ബ കാസിയത്തിൻ ഫി ദുനിയ ആരിയത്തുൻ ഫിൽ ആഖിറ. രാത്രിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് വിളിച്ചിട്ട് ചില ഉപദേശ നിർദ്ദേശങ്ങൾ തന്റെ കൂടെയുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് എന്താണ് ഉദാഹരണമാണ് ഈ ഒരു ഹദീസ്. അപ്പൊ അതിൽ പറയുന്നത് വെച്ചാല് യജൂസുൽ വഅദു വത്തഅലീമു ലൈലൻ, രാത്രി സമയങ്ങളിൽ എന്ത് ചെയ്യാം? വഅദും ഇതൊക്കെ കൊടുക്കാം. വഹുന ഐഖള, നബിയുടെ പ്രവാചകൻ എന്ത് ചെയ്തു? അസ്വാജഹു, അദ്ദേഹത്തിന്റെ ഭാര്യമാരെ എഴുന്നേൽപ്പിച്ചു. ലിയൻബഹുന്ന, അവരെ ഉണർത്താൻ വേണ്ടി, ഇലൽ ഫിത്തനിൽ ഖാദിമ, വരാൻ പോകുന്ന ഒരു മുസീബത്തിനെ കുറിച്ച്. വയഹ്ദുസുഹുന്ന അലൽ ഇബാദ, അടിമകൾക്ക് മേൽ വരാൻ സാധ്യതയുള്ള വയഹസ്സുഹുന്ന അലൽ ഇബാദ, അവരോട് എന്ത് പറഞ്ഞു? ഇങ്ങനെ അബദ്ധ വരാൻ സാധ്യത, നിങ്ങൾ എന്ത് ചെയ്യണം? ഇബാദത്തിന് മുഴുകണം എന്നുള്ള, അവരെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ഹസ്സാല മുദക്കിറൻ ബിഅന്ന കസീറൻ മിനൻ നിസാഅൽ മുനഇമാത് ഫിദ്ദുനിയ കാസിയാത്തുൻ ഖദ് യകുന്ന ആരിയാത്തുൻ മിന സൗബി ഫിൽ ആഖിറ. ഈ ഭൂമിയിൽ നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നടന്ന ആളുകൾ ഒരു പക്ഷേ പരലോകത്തെത്തുമ്പോൾ വിവസ്ത്രകളായിട്ട് നടക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാല് എന്താണ്? പിന്നെ ഭൂമിയില് ചെയ്തിട്ടുള്ള നന്മകൾ എന്തെയില്ല, അവരുടെ ഇഖ്ലാസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് കൊണ്ടായിരിക്കും. ഇവിടെ ഉദ്ദേശം എത്രയാണ്? രാത്രിയിലും എന്ത് ചെയ്യും? ഉറക്കത്തിന് വിളിച്ചുണർത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചില പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആ രീതിയിലും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ, ഇനി രാത്രി ഉറക്കം വിളക്കല് എന്തിനു വേണ്ടിയിട്ട്? പഠനത്തിന് വേണ്ടിയിട്ട്. അസ്സമറു ഫിൽ ഇൽം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സല്ല ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഇശാ ഫി ആഖിരി ഹയാതിഹി ഫഖാൽ, അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങളിൽ നമ്മളോടൊപ്പം ഇശാ നിസ്കരിച്ചുകൊണ്ട് പറയുന്നത്, അറഅയ്തുകും ലൈലതകും ഹാദിഹി ഫഇന്ന റഅസ മിഅത സനത്തിൻ മിൻഹാ ലാ യബഖി മിമ്മൻ ഹുവ അലാ വഹരിൽ അർളി അഹദ്. എന്ന് പറഞ്ഞാല് സമർ എന്ന് പറഞ്ഞാൽ രാത്രിയിലുള്ള സംസാരത്തിനാണ് സമർ എന്ന് പറയുന്നത്. ഓക്കെ, ബാബിന്റെ പേര് അതാണ്, രാത്രിയിലുള്ള സംസാരം. അപ്പോ ഇതാ കാന ഫിൽ ഇൽമി വൽ ഖൈരി, അത് ഇൽമിലും ഖൈറിലും ആണെങ്കിൽ അനുവദനീയമാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഹദീസാണ്. അതെന്താ ഇങ്ങനെ അനുവദനീയമാണ് സൂചിപ്പിക്കുന്ന കാരണം എന്താണ്? രാത്രിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അറിവ് പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് തെളിവ്. അപ്പൊ ഹദീസിന്റെ കണ്ടന്റ് വേറെ വിഷയങ്ങളാണ്. പിന്നെന്താണ് കണ്ടന്റ് വരുന്നത് എന്ന് പറഞ്ഞാല്, ഹുന അഖ്ബറ അസ്ഹാബഹു, അദ്ദേഹത്തിന്റെ സഹാബിമാരെ അറിയിച്ചു, അന്ന ദാലിക അൽജീൽ, ആ ഒരു സമൂഹം, ആ തലമുറ, പ്രവാചകന്റെ കൂടെയുള്ള, സയൻഖലിറു ഖിലാല മിഅത, 100 വർഷം കൊണ്ട് ആ ഒരു സമൂഹം എന്ത് ചെയ്യും? എന്ന് പറഞ്ഞാൽ സഹാബിമാരുടെ ഒരു സമൂഹം 100 വർഷം വരെ എന്ത് ചെയ്യുള്ളൂ? അവര് പോവുള്ളൂ. അപ്പോൾ അതോടുകൂടി അവര് തീരും. വഹുവ മാ ഹദസ ബിൽ ഫിൽ, അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്.
മനസ്സിലായോ നിങ്ങൾക്ക്? അദ്ദേഹം പറയാണ്, നിങ്ങൾ ഈ രാത്രി കണ്ടോ? ഇന്നേക്ക് എന്ത് 100 വർഷം കഴിയുമ്പോ ഇന്ന് ഭൂമിയിലുള്ള ആരും എന്ത് ചെയ്യില്ല, അന്ന് ഉണ്ടാവുകയില്ല. പറഞ്ഞാല് ഈ സഹാബികളൊക്കെ സഹാബിക്കറാമൊക്കെ ഇനി വരുന്ന ഒരു അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിന്റെ ഇശാക്ക് ശേഷം പറഞ്ഞ സംഗതിയാണ്. പറഞ്ഞ സംഗതി വേറെ വിഷയമാണ്. നമുക്കിവിടെ തെളിവെന്തിനായിട്ട് ഉദ്ധരിച്ചതാണ്, പ്രവാചകൻ രാത്രിയിലാണ് അവർക്ക് ഉപദേശം കൊടുത്തത് എന്നുള്ളതുകൊണ്ട് രാത്രിയിൽ ഹൈറലായിട്ടുള്ള സംസാരങ്ങളും കലാമുകൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും. കാരണം ഇത് പ്രത്യേകം പറയാൻ കാരണം എന്താണ്, പ്രവാചകൻ പറഞ്ഞത് ഇഷാക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യരുത്, സംസാരിച്ചുകൊണ്ടിരിക്കരുത്, വേഗം ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞത്. അപ്പോ അത് ഹൈറലായിട്ടുള്ള കലാമാണെങ്കിൽ പറ്റും, ഇജാസത്താണ് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഈ ഒരു ഹദീസ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് അൽ ഹദീസ് 118. എന്താ പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് പോകാനുള്ള ആളുകൾക്ക് പോകട്ടോ, പ്രശ്നമൊന്നുമില്ല. ഞാനിത് കണ്ടിന്യൂ ചെയ്യും. നാളെ എന്നിട്ട് അടുത്ത ഭാഗം എടുക്കും. ഓ നിങ്ങൾക്ക് മടുക്കുന്നവരെ എനിക്ക് ഇപ്പോഴേ മടുത്തറിയിപ്പോ. ഈ ബാബ് ഇപ്പൊ തീരും, ഇത് തീരാനായി. 2-3 ഹദീസ് കൂടി അല്ലേ ഉള്ളത്? എത്ര ഉണ്ട്? 130 ഉണ്ട്. അപ്പൊ നാളെ മുസ്ലിം കംപ്ലീറ്റ് ചെയ്യാം, പിന്നെ ബാക്കിയുള്ളത് എപ്പോ എടുക്കും? നാളെ വൈകുന്നേരം വരെ ഉണ്ട്. പിന്നെ 2 മൊഡ്യൂളോ? 1ാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞില്ല നമ്മളിപ്പോഴും. ഇനി 4 മൊഡ്യൂൾ ബാക്കിയാണ്. ഒരു 100 പേജെങ്കിലും എത്തിയാലേ ഓക്കെയാണ്. ഇപ്പൊ എത്ര പേജായി? ശരിയായിട്ടുള്ളൂ അല്ലേ? ഒരു 110 പേജെങ്കിലും എത്തണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ബാക്കി നാളെ തീരുള്ളൂ. ശരിക്കും നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാല്, ഞാൻ സ്വന്തം കുത്തിനെ റെക്കോർഡ് ചെയ്യേണ്ടി വരും, നിങ്ങൾ ആരും ഇല്ലാണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് തരേണ്ടി വരും. മതി. ഇത് കംപ്ലീറ്റ് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്തില്ല, നിർത്തൂല്ല, അല്ലാണ്ട് അടുത്ത് തുടങ്ങി വെക്കും ഞാൻ. ശരി. ആബിദ് മാഷ് പറഞ്ഞത് ആബിദ് മാഷ് എങ്ങനെ എടുക്കല് പറഞ്ഞാല്, ഓരോ സെഷനിൽ രാവിലെ ഒരു ഭാവം എടുക്കും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം അടുത്ത ഭാവം, ബ്രേക്കിന് ശേഷം ഇത് എടുത്തിട്ടുണ്ടാവും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്തു, മുസ്ലിമിന്റെ ആദ്യത്തെ ഭാവം തുടങ്ങി, ബ്രേക്കിന് ശേഷം അടുത്തതാണ്. ഇമ്പോർട്ടന്റ് പറഞ്ഞപ്പോ എങ്ങനെ നമ്മൾ ഇമ്പോർട്ടന്റ് ആക്കുക? ഞാൻ നോക്കി, അപ്പൊ ഇമ്പോർട്ടന്റ് പറഞ്ഞ ഓരോ ഹദീസും എന്തെങ്കിലും കാര്യത്തിലുണ്ടാവും. പിന്നെന്താ പറഞ്ഞാല് ഷറഹ് എഴുതാനുണ്ടാവും. ക്വസ്റ്റ്യൻ നോക്കുന്ന വേണമെങ്കിലും നാളെ നോക്കാം. അത് ഇപ്പൊ നോക്കൂല, ഇപ്പൊ നോക്കാം. അപ്പൊ ഓടിപ്പോ. ഞാൻ പറയട്ടെ, പിന്നെ ഞാൻ ഈ ഹദീസ് ഈ കിതാബിൽ അല്ലെങ്കിലും ഇങ്ങനെ ഹദീസ് പഠിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെ പഠിച്ചു പോയുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാല്, നമുക്ക് ഒരു പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഈ ഹദീസ് കാണുന്നത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന ഉപകാരം എന്ന് തോന്നലുണ്ട്. പക്ഷെ ഇങ്ങനെ പഠിച്ച സംഗതികള് നമുക്ക് എന്തായാലും ഉപകാരപ്പെടും അത് ഏതെങ്കിലും സന്ദർഭത്തില്. പ്രത്യേകിച്ച് മറ്റു കവിതകളെ മറ്റു വിഷയങ്ങളെ പോലെയൊന്നല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പിന്നെ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെയൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയായിരിക്കും ഹദീസ് എന്നുള്ളത്. അപ്പോ പിന്നെ നമ്മളാരും പലപ്പോഴും പിന്നെ ഖുർആൻ ഓതുന്ന പോലെ ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പാരായണം ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. ശീലം നമുക്കില്ലാത്തത് കൊണ്ടാണ്. അറിവ് നേടുന്ന ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതൊക്കെ കാണാതെ പഠിക്കുന്ന ആളുകളുണ്ട്, അതൊക്കെ കാണാണ്ട് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോ എനിക്ക് തോന്നിയത്, ഇതിൽ കുറെ ഹദീസുകൾ ഞാൻ നേരത്തെ മുമ്പൊക്കെ പഠിച്ച ഹദീസുകളാണ്. അതിനെ റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് എനിക്ക് തോന്നി വന്നത്. പിന്നെ അത് കൂടാതെ കുറെ ഹദീസ് പുതിയതായിട്ട് മനസ്സിലാക്കിയതുണ്ട്.
അപ്പൊ അങ്ങനെ ഒരു ഉപകാരം അതിലുണ്ട്. ആ രീതിയിൽ അതിനെ മനസ്സിലാക്കി ഒരു ഇബാദത്തൂടിയാണ് എന്നുള്ള രീതിയിൽ. അറിവ് നേടുന്നത് ഇബാദത്താണ്. ആ ഇബാദത്തുകളില് പിന്നെ വിഷയങ്ങൾക്ക് അനുസരിച്ചിട്ട് എന്തുണ്ട്, നമ്മൾ ഫവലുകളുണ്ട്. അപ്പൊ അങ്ങനെ ഫവലുള്ള ഒരു വിഷയമാണ് ഈ പറഞ്ഞ അള്ളാന്റെ പ്രവാചകന്റെ ഹദീസ്. ശരി, സമയം പോക്കുന്നില്ല, ഞാൻ ബാക്കി പറയാം. ഇബ്നു അബ്ബാസ്, ഞാൻ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാം. ഓരോ ഹദീസ് എന്താണെന്ന് വേണമെങ്കിൽ പറഞ്ഞു പോവാം. ജസ്റ്റ് വിശദീകരണം പറയാതെ അതിലെന്താ സംഭവം എന്നുള്ള പറയാം. ഇത് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടില് പിന്നെ താമസിക്കാൻ പോയി. 117 പ്രവാചകന്റെ വീട്ടിൽ താമസിക്കാൻ പോയി. അദ്ദേഹത്തിന്റെ പിന്നെ ഖാലത്താണ് ആര്, മൈമൂന റളിയല്ലാഹു അൻഹ. അപ്പൊ അവരെ വീട്ടിൽ താമസിക്കാൻ പോയിട്ട് അവിടെ എന്ത് ചെയ്തു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇടക്കിടക്ക് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു, ഉറങ്ങുന്നുണ്ട്, എഴുന്നേൽക്കുന്നുണ്ട്, നമസ്കരിക്കുന്നത്. ഇതിന്റെയൊക്കെ ശബ്ദങ്ങൾ കേട്ടു എന്നാണ് അദ്ദേഹം ചെയ്യുന്നത് പറയുന്നത്. അതില് സമയത്തു ഗതീതഹു ഔ ഖതീതഹു തുമ്മ ഖറജ ഇല സ്വലാത്ത്. ഇടക്കിടക്ക് ഉറങ്ങുന്ന ശബ്ദം, ഉറക്കത്തിന്റെ ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം എണീച്ച് നിസ്കാരത്തിന് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു ഭാഗം. ഇനി അടുത്ത ബാബു ഹിഫ്ളുൽ ഇൽമിലേക്കാണ് പോകുന്നത്. 118 പഠിക്കുക, കാണാതെ പഠിക്കുക എന്നുള്ളത്. അപൂർവ പറയുന്നുണ്ട് എന്ത് ചെയ്ത്, എന്റെ പിന്നെ അൻസാരികളുടെ സഹാബിമാരൊക്കെ എന്ത് ചെയ്യുന്നു, അവർ ജോലിക്ക് പോയിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാന് പ്രവാചകന്റെ കൂടെ എന്ത് ചെയ്യും, അവരൊക്കെ വയറ് നിറയ്ക്കാനുള്ള പണികൾക്ക് വേണ്ടി പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രവാചകന്റെ കൂടെ അദ്ദേഹം പറയുന്ന സംഗതികൾ ഹിഫ്ള് ചെയ്യാൻ വേണ്ടി പോവായിരുന്നു എന്നുള്ളതാണ് 118 ഹദീസിൽ പറയുന്നത്. 119 പറയുന്നത് പിന്നെ ഞാൻ അബൂഹുറൈറ പറയുന്നതാണ്, ഞാൻ താങ്കളുടെ അടുക്കൽ നിന്ന് പഠിക്കുന്ന അധിക ഹദീസുകൾ ഞാൻ മറന്നു പോകും. അപ്പോ പ്രവാചകൻ പറഞ്ഞത്, നിന്റെ റിദ ഒന്ന് എന്ത് ചെയ്യാ, വിശാലമാക്കില്ല, ഇബ്സത്ത് ചെയ്യാം, വസത്ത് ഒന്ന് വിശാലമാക്കില്ല. അപ്പൊ ഞാൻ അതൊന്നുകൂടി എന്ത് ചെയ്തു, ഇബ്സത്ത് റിദ ഒക്കെ പറഞ്ഞാല് അതിന്റെ വിശദീകരണം ഉണ്ടോ അവിടെ? വിശദീകരണം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുണ്ടോ, ബുക്കിലുണ്ടോ വിശദീകരണം? 118 ഇബ്സത്ത് എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ കണ്ടില്ല, കാണണ്ടേ. ആ, അത് സഫക്കല്ല. കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് അത്. അവര് പണിയെടുക്കാൻ, അതായത് ജീവിതത്തിന് വേണ്ടി പണിയെടുക്കാൻ പോകുമ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, 19 കേട്ടോ. ഈ ബുസത്ത് റിദ ഒക്കെ എന്ന് പറഞ്ഞാല് بسط رداءك فبسطته قال فعرف بيديه ثم قال ضمه. രണ്ട് കാര്യം പറയുന്നുണ്ട്. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഹദീസ് കുറച്ചുകൂടെ ഞാൻ ആദ്യം വായിച്ചത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളതല്ല. സ്ക്രീനിൽ കാണുന്നത് നിങ്ങളോടല്ലോ പറയുന്നത്, ഞാൻ റെക്കോർഡുള്ളവരോടാണ് പറയുന്നത്. ആ സ്ക്രീനിൽ കാണുന്നത് ഹദീസിന്റെ എന്തല്ല കറക്റ്റ് അങ്ങനെ തന്നെയുള്ള വാക്കുകളല്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യരുത്, ഒതന്റിക് സോഴ്സ് ആയിട്ട് എടുക്കരുത്, ബുക്കിലുള്ളത് നോക്കേണ്ടതാണ്. അപ്പോ പിന്നെ സ്ക്രീനിലുള്ളത് ഞാൻ അതിനെ ഷോർട്ടാക്കിയ സാധനമാണ്. അതില് കുറച്ച് സംഗതി മിസ്സായി പോയിട്ടുണ്ട് അവിടെ. എന്താ പറഞ്ഞാല്, ഇനി അസ്മാവും എനിക്ക് ഹദീസൻ കസീറൻ, ഞാൻ കേൾക്കുന്ന ഒരുപാട് ഹദീസുകൾ കേൾക്കുന്നു, അൻസാവ് എന്നിട്ട് മറന്നു പോകുന്നു. നീ ആദ്യം എന്ത് ചെയ്യാ, നിന്റെ റിദ ഒന്ന് വിശാലമാക്കി വെക്കുക. അപ്പൊ ബസത്തു, അപ്പൊ ഞാൻ അതിനൊന്ന് വിശാലമാക്കി. അതിന് പ്രവാചകൻ കൈകൊണ്ടെന്തോ ചെയ്തു. അതിന് ഫഗറഫ ബിയദിഹി എന്ന് പറഞ്ഞാൽ ഖാല ഫിൽ ഫത്ഹി ലം യുദ്കറിൽ മഗ്റൂഫു മിൻഹു വകഅന്നഹ ഇശാറത്തുൻ മഹ്ള. പ്രവാചകൻ എന്തോ ഒരു ആംഗ്യം കാണിച്ചതാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഒന്നുകൂടി ബുദ്ധാഹു, എന്നിട്ട് എന്ത് ചെയ്തു, വസ്ത്രം ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെ ചേർത്ത് പിടിച്ചു. ഫമാ നസീതു ഷൈഅൻ ബഅദഹു, പക്ഷെ അതിനുശേഷം ഞാൻ ഒന്നും ചെയ്തില്ല,
മറന്നു വെക്കുക. ഇതെന്താന്ന് പറഞ്ഞാല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മോചിതത്വം ഇദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരു കറാമത്തുമായിട്ടാണ് അതിനെ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അത്ര അദ്ദേഹം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഹദീസ് പഠിക്കുക എന്നുള്ളത് ഒരു എന്താണ് നല്ല കാര്യമാണ്. അത് കാണാതെ പഠിക്കുക എന്നുള്ളത് പുണ്യമുള്ള പരിപാടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി അബൂ ഹുറൈറയെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അടുത്തത് ഹജ്ജത്തുൽ വിദായില് عن جرير أن النبي صلى الله عليه وسلم قال في حجة استنصت الناس قال لا ترجعوا بعدي كفارا يضرب بعضكم رقاب بعض. ഇവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി പറയാം. അതാണ് ഇവിടെ പറയുന്നത്. അല്ലെ ഇൻസാത്തുൽ ഉലമ, പണ്ഡിതന്മാര് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം കേൾക്കാത്ത രീതിയിൽ പരസ്പരം സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യാം? മിണ്ടാതിരിക്കാൻ പറയാം. അത് പ്രവാചകൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആരെ? ജരീറിനെ കൊണ്ട് റളിയല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞത് അവരോട് മിണ്ടാതിരിക്കാൻ പറയാം. നാസ, ജനങ്ങളെ മിണ്ടാതെ ഇരിക്കുന്നവരാക്കും. ഓക്കെ, അതാണ് അതിൽ പറയുന്നത്. പിന്നെ 22-ാമത്തെ മൂസ അലൈഹിസ്സലാത്തു ഖിളിറിന്റെ സംഭവമാണ് അവിടെ പറയുന്നത്. ആ ഹദീസ് ഞാൻ വായിക്കുന്നില്ല, അടുത്ത ഹദീസിലേക്ക് പോവാണ്. 123-ാമത്തെ ഹദീസ്. അന്നബി മൂസ റളിയല്ലാഹു അൻഹു ഖാല ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ അടുക്കൽ ഒരാൾ വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ ഖിതാലു ഫീ സബീൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഖിതാൽ എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? ഫഖാല, പ്രവാചകർ പറഞ്ഞു, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ ഫഹുവ ഫീ സബീലില്ലാഹി അസ്സ വജൽ. ഒരാൾ അള്ളാഹിന്റെ കലിമത്തിനെ ഏറ്റവും ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടി പോരാടുന്നുണ്ടോ, അവൻ എന്താണ്? അള്ളാഹിന്റെ മാർഗത്തിൽ പോരാടുന്നവനാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ പോരാടുന്ന പറഞ്ഞാൽ എന്താണ്? അത് വേറൊന്നല്ല, അള്ളാഹിന്റെ കലിമത്ത് എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അതിനാണ് എന്ത് പറയുന്നത്? മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ. പിന്നെ അതിലൊരു ഹദീസിൽ കുറച്ചും കൂടി പറയുന്നുണ്ട് അല്ലെ, ഹമിയത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതില് സ്വന്തം പിന്നെ കുടുംബത്തെ സംരക്ഷിക്കാനോ അല്ലെ കുടുംബത്തിന്റെ മികവ് പറയാൻ വേണ്ടിയിട്ടൊന്നല്ല, പകരം ദീനിനെ ഉയർത്തുക എന്നുള്ളതായിരിക്കണം ഒരാൾ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ ലക്ഷ്യത്തിൽ ഉണ്ടാവേണ്ടത് എന്നാണ് ഹദീസിൽ പറയുന്നത്. 124-ാമത്തെ ഹദീസില് ഇഫ്അലു വലാ ഹർജ് എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ ഒരു ഹദീസ് പഠിച്ചിരുന്നു. ഹജ്ജിന്റെ സന്ദർഭത്തിൽ കുറെ നുസുക്കുകൾ ചോദിച്ചു, ഏതാദ്യം ചെയ്യണം എന്നൊക്കെ ചോദിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോ ഈ പിന്നെ ജംറയില് കല്ലെറിയുന്ന സന്ദർഭങ്ങളില് ഫത്വകളും സംശയങ്ങളൊക്കെ ചോദിക്കാം അല്ലെ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ അമലുകൾക്കിടയിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ് അത്. അതുകൊണ്ട് അതിനൊരു തെളിവാണെന്ന് മാത്രം. ഇനി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല എന്ന് പറഞ്ഞ ആ ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ടത് ഇതെപ്പോഴാ പറഞ്ഞത് പറഞ്ഞാല്, ഒരിക്കല് പിന്നെ പ്രവാചകന്റെ കൂടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നതാണ്, ഞാൻ പ്രവാചകന്റെ കൂടെ നടക്കുകയായിരുന്നു. അപ്പൊ ഒരു സംഘം ജൂതന്മാരെന്ത് ചെയ്തു? പരസ്പരം പറഞ്ഞു. മൂപ്പരോട് ഈ റൂഹിനെ പറ്റി ചോദിച്ചു. പ്രവാചകനോട് റൂഹിനെ പറ്റി ചോദിച്ചു നോക്കുന്നതാണ്. അപ്പൊ പിന്നെ ഫസഅലുഹു, അപ്പൊ അവർ ചോദിച്ചു. ഫസക്കത്ത, അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മൗനം പാലിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? ഓതി വയസ്അലൂനക അനി റൂഹി ഖുൽ റൂഹി മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. എന്നിട്ട് പിന്നെ അതിന് ശേഷം എന്ത് പറഞ്ഞു? ഈ ആയത്ത് പറഞ്ഞു. ആയത്ത് എന്താ? നിങ്ങളോട് താങ്കളോട് അവര് റൂഹിനെ കുറിച്ച് ചോദിക്കുന്നു, താങ്കൾ പറയുക എന്താണ്? റൂഹ് എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് എല്ലാ അറിവും എന്ത് ചെയ്തിട്ടില്ല? പൂർണ്ണമായിട്ടും നൽകപ്പെട്ടിട്ടില്ല. അവിടെ എന്താന്ന് പറഞ്ഞാല് കുറച്ച് ഗൈബി ആയിട്ടുള്ള ചില സംഗതികളുണ്ട്. അത് നമുക്ക് മനുഷ്യർക്ക് അറിയാത്ത ഒരുപാട് സംഗതികളും ഉണ്ട്. അത് അതിന്റെ യാഥാർത്ഥ്യത്തിന് അതിലൊന്നാണ് റൂഹിന്റെ യാഥാർത്ഥ്യം. എന്താണ് റൂഹ് എന്നുള്ളത്? മനുഷ്യന്റെ ഇൽമ എത്ര തന്നെ വലുതാലും ജിദ്ദൻ, അതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അള്ളാഹിന്റെ അറിവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അള്ളാഹിന്റെ അറിവാണ് ഏറ്റവും പ്രധാനം, ഏറ്റവും വലുത് എന്നുള്ളതാണ് ആ ഭാഗത്ത് മനസ്സിലാക്കുന്നത്. പിന്നെ ചില ചോയ്സുകൾ ആളുകൾ ഉപേക്ഷിക്കും. എന്തിനു വേണ്ടിയിട്ട് പറഞ്ഞാല് അത് കാണുന്ന ആളുകളെ ചിലപ്പോൾ അത് തെറ്റിദ്ധാരണയിലേക്ക് അല്ലെങ്കിൽ ഇതിനെ മോശമായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് കാരണമാവുന്നതുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് കാനത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ തസ്തുർ ഇലൈക കസീറൻ ഫമാ ഹദസക ഫിൽ കഅബ ഖുൽതു ഖാലത് ലി ഖാല നബി യാ ആയിഷ
ലൗല ഖൗമുക ഹദീഫൻ അഹ്ദുഹും ബികുഫ്രിൻ ലനഖൽതുൽ കഅബത വജഅൽതു ലഹ ബാബൈൻ. ഇത് പിന്നെ പ്രവാചകന് എന്ത് ചെയ്യായിരുന്നു? പിന്നെ ഇതൊരു സംഭവത്തില് ആയിഷ റളിയല്ലാഹു പറയുന്നതാണ്, ഈ സമൂഹം പുതിയതല്ലായിരുന്നെങ്കിൽ, അതായത് സത്യനിഷേധത്തിൽ നിന്ന് ഇപ്പൊ അടുത്താണല്ലോ ഒരു ഇസ്ലാമിലേക്ക് വന്നത്, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? ഞാന് കഅബ പൊളിച്ചിട്ട് മാറ്റിപ്പണി, എന്നിട്ട് അതിന് രണ്ട് ഭാഗമാക്കിയായിരുന്നു. ഒന്നിലൂടെ പ്രവേശിക്കാനും ഒന്നിലൂടെ പുറത്തിറങ്ങാനുള്ള രീതിയിൽ രണ്ട് ഭാഗം അതിന് ആക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്തെന്ന് പറഞ്ഞാല് പ്രവാചകൻ അത് ഒഴിവാക്കിയത് എന്തിനാണെന്ന് പറഞ്ഞാല് ജനങ്ങൾ അതിലൂടെ വേറെ എന്തെങ്കിലും തെറ്റിദ്ധാരണയിലേക്കോ പിന്നീട് പ്രശ്നങ്ങളിലേക്കൊക്കെ പോവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടായിട്ടും അത് എന്ത് ചെയ്തു? ഒഴിവാക്കി എന്നുള്ളതാണ്. അപ്പൊ ചില ചോയ്സുകൾ, അങ്ങനെ ഒരു ചോയ്സ് ഇസ്ലാമിൽ അനുവദീയമായിട്ടുള്ള ചില സംഗതികൾ ഉണ്ടാവും, അതെന്ത് ചെയ്യേണ്ടി വരും? ഒഴിവാക്കേണ്ടി വരും. അതെന്തിന്? ഇതിനെപ്പറ്റി നന്നായിട്ട് ധാരണയില്ലാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് അത് ചെയ്യുന്നുണ്ടാവാം. അത് അവര് കണ്ടാൽ അവര് പിന്നെ എന്ത് ചെയ്യും? അതിനെ ആവർത്തിക്കാനോ അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ മനസ്സിലാക്കാനോ ഒക്കെ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചില ചോയ്സുകളെ അനുവദനീയമാണെങ്കിൽ പോലും എന്ത് ചെയ്യും? ആളുകൾക്ക് മുമ്പ് അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഇത് ഈ ഹദീസ് എന്താ അറിയോ? ഒരു സംഭവത്തെ മറച്ചു വെക്കുന്നതിന് ബന്ധപ്പെട്ടതാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു സിദ്ഖൻ മിൻ ഖൽബിഹി, കൽബിന്റെ ഉള്ളിൽ നിന്ന്, ഇല്ലാ ഹറമഹുല്ലാഹു അലൻ നാർ, ഇത് ജനങ്ങളെ അങ്ങനെ പറഞ്ഞ ഒരാളെയും നരകത്തിൽ അള്ളാഹു എന്ത് ചെയ്യില്ല? ഇടുകയില്ല. ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അഫലാ ഉഖ്ബിറു ബിഹിൻ നാസ ഫയസ്തബ്ശിറൂ, ഞാനിത് ജനങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ തന്നെ സ്വർഗത്തിൽ പോകുന്ന സന്തോഷ വാർത്തയല്ലേ? ഖാല ഇദാ യത്തകലു, ഇതൻ യത്തകലു, അത് അവരോട് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. എന്താ അറിയോ? അവരെന്ത് ചെയ്യും? തവക്കുൽ ചെയ്താളും. തവക്കുൽ ചെയ്തെന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് അള്ളാഹ് ബാക്കി നോക്കിക്കോളും, ഇനി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഐ വഅഖ്ബറു ബിഹാ മുആദ് ഇൻദ മൗതിഹി തഅസ്സുമൻ, ഇത് എപ്പോഴാ അദ്ദേഹം പറയുന്ന അറിയോ? ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ സന്ദർഭത്തിലാണ് പറയുന്നത്. അതും എന്തോ ഒരു കുറ്റം ചെയ്യുന്ന പോലെയാണ് പറയുന്നത്. എന്നാ പറയേണ്ടതില്ല, പക്ഷെ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് പറയുന്നത്. അപ്പൊ എന്താണ്? പ്രവാചകൻ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതെന്ത് ചെയ്തു? പ്രവാചകൻ തന്നെ ഭയപ്പെട്ടിട്ടുണ്ട്, അവരെന്ത് ചെയ്യും? അമല് ചെയ്യാതിരിക്കും. അപ്പൊ അമല് ചെയ്യാതിരിക്കരുത്, അമല് വേണം. അമൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾക്കൊക്കെ സ്വർഗം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ, അത് ആ പ്രതീക്ഷ എന്ത് ചെയ്യും? പല ആളുകളെയും പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുവരും. നമ്മള് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെറ്റ് ചെയ്യാതിരിക്കാനും, അല്ലെങ്കിൽ അള്ളാഹിൽ നിന്ന് അകന്നു പോകുമ്പോൾ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് അത് വലിയ കാര്യമാണ്. അള്ളാഹ് എല്ലാം പുറത്തിരുന്നവനാണ് എന്നുള്ളത് ആ ഒരു പ്രതീക്ഷ നൽകുന്നത്. അപ്പൊ അതുപോലുള്ളതാണ് ഇത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്കൊക്കെ അള്ളാഹിന്റെ അടുക്കല് പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷ നമുക്ക് തരുമ്പോൾ നമുക്ക് അമല് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ആ ഒരു സംഗതിയാണ് അത് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, എന്നാതെ വേറെ രീതി പറഞ്ഞു. ഇനി അറിവുണ്ടാവുമ്പോൾ ഒരു ലജ്ജ എന്ന് പറയുന്നത് എന്താ പറഞ്ഞാല്, ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്, സത്യത്തിൽ നിന്ന് അള്ളാഹു ഒരു ലജ്ജയില്ല. ഫഹൽ അലൽ മർഅതി മിൻ ഗുസ്ലിൻ ഇദാ ഇഹ്തമലത്, ഇത് സംഭവം എന്ന് പറഞ്ഞാല് ഒരു സ്ത്രീ അവരുടെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാ, അവര് ഉറക്കത്തിൽ ഒരാളുമായിട്ട് ബന്ധപ്പെടുന്നത് കണ്ടു. അപ്പൊ അതിനെപ്പറ്റി പ്രവാചകനോട് ചോദിക്കാനുണ്ടായിരുന്നു. അപ്പൊ പ്രവാചകനോട് ചോദിക്കാൻ അവർക്ക് ലജ്ജയായി. അപ്പൊ അവർ വേറൊരാളോട് എന്ത് ചെയ്യാണ്? അത് വന്ന് ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ ജാഅത് ഉമ്മു സുലൈം ഫഖാലത് യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ, ഒരു പ്രവാചകന്റെ അടുത്ത് വന്ന് ചോദിക്കും, ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്, അല്ലാഹുവിന് എന്തില്ല? ഒന്നിനോട് ഒരു ലജ്ജയില്ല. ഫഹൽ അലൽ മർഅതി മിൻ ഗുസ്ലിൻ ഇദാ ഇഹ്തമലത്, അവർ സ്വപ്നത്തിൽ ഒരാളായിട്ട് ബന്ധപ്പെടുന്നത് കണ്ട അവർക്ക് കുളി നിർബന്ധമാണോ? ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅത് അൽ മാ, അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ പറഞ്ഞാല്, അവർക്ക് പിന്നെ എന്താ പറയാ, ഈ പിന്നെ മനീന്റെ എന്തെങ്കിലും അടയാളങ്ങളോ സാധനങ്ങളോ ഒക്കെ കാണുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ വിശദീകരണത്തിൽ അവിടെ പറയുന്നുണ്ട് എന്ത്? അൽ ഹയാഉൽ മഹ്മൂദു, നമ്മളെ ബുക്കിൽ ഉണ്ടാവില്ല, ഹുവല്ലദീ യംനഉ മിൻ ഫിഅലിൽ ഖബീഹ്, അതായത് നല്ല ഹയാ എന്ന് പറഞ്ഞാൽ നമ്മളെ തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അമൽ ഹയാഉ അല്ലദീ യംനഉ മിൻ സുആൽ അൻ ഉമൂരി ദീനി
ഫഹുവ ഹയാ മദ്മൂം. ഇനി ചില ഹയ എന്താ നമുക്ക് ആവശ്യമുള്ള സംഗതികളായിരിക്കും. ഇപ്പൊ ഒരുപക്ഷെ ഹയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാറുണ്ടാവും, പീരീഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ടാവും. അപ്പൊ അത് ചോദിക്കാൻ മടിച്ചു നിൽക്കും. ആരോട് എങ്ങനെ ഇപ്പൊ ചോദിക്കാന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരാളോട് എങ്ങനെ പറയുമെന്നൊക്കെ വിചാരിച്ച് ചോദിക്കാതൊക്കെ. അതെന്താണ് ശരിക്കും? റമ്മാണ്. അതൊരു നല്ല ഹയ മദ്മൂമാണ്. ഹയ മദ്മൂം എന്ന് പറഞ്ഞാല് ആ ലജ്ജ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ലജ്ജയല്ല. വേറെ ചിലത് തിന്മ ചെയ്യുന്നിടത്തിൽ എനിക്ക് ലജ്ജ തോന്നുന്നുള്ളത് എന്താണ്? അത് നല്ല ലജ്ജയാണ്. മറ്റേ ലജ്ജ എന്തല്ല, ഉള്ളതല്ല എന്നുള്ള രീതിയാണ് മനസ്സിലാക്കുക. അപ്പൊ അറിവ് അന്വേഷിക്കുന്ന വിഷയത്തിൽ എന്ത് വേണ്ടതില്ല, എന്ത് കാര്യങ്ങളാണ് പ്രവാചകൻ അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാൻ എന്തുവായിരുന്നു? നിസാമ അവര് വന്ന് ചോദിക്കുകയും മനസ്സിലാക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. അടുത്ത ദിവസം എന്താ പറഞ്ഞാല് പള്ളിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? ആളുകളോട് അറിവ് പകരാന്നുള്ളത്. അപ്പൊ റജുലൻ ഖാമ ഫിൽ മസ്ജിദ് ഫഖാല യാ റസൂലല്ലാഹ് മിൻ ഐന നഹിൽ, ഞങ്ങൾ എവിടുന്നാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്? ഹുല്ല എന്ന് പറഞ്ഞാല് ഇതില്ലേ, എന്താ പറയാ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ഈ പറയില്ല, അത് എവിടുന്ന് തുടങ്ങണം എന്ന് ചോദിച്ചു. അപ്പോ പിന്നെ യദുൽ സലാം മസ്ജിദ് ലൈസ മക്കാനുൽ സ്വലാത്ത് ഫഖത്ത്. ഇവിടുന്ന് മനസ്സിലാന്ന് വെച്ചാല് പ്രവാചകന് ഒരു പള്ളിയിൽ നിന്നാണ് ചോദിക്കുന്നത്. പള്ളി നിസ്കാരത്തിന് മാത്രമല്ല, ബൽ ഹുവ അയ്ളൻ മക്കാനുൽ തഅലീമിൽ ഇൽമി വൽ ഫത്വ, ഫത്വ കൊടുക്കാനും ഇൽമിനൊക്കെയുള്ള സ്ഥലമാണ്. ഫീഹി തഹ്ദീദു മവാഖീത്തുൽ ഇഹ്റാം. ഈ പറഞ്ഞ നഹ്ൽ എന്ന് പറഞ്ഞതാണ് ഐ നബ്ദഉൽ ഇഹ്റാം വനർഫഉ അസ്വാതന ബിത്തൽബിയ. പിന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട് ഹദീസിൽ. യമൻ എന്നുള്ള ആളുകൾ ഇവിടെ, മറ്റൊരിവിടെ ഓരോ സ്ഥലങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിന്റെ മറ്റു വിശദീകരണം. നമുക്ക് ആവശ്യം എന്താണ്? പള്ളിയിൽ നിന്ന് ആളുകൾക്ക് ചോദിക്കാനും ഉത്തരം പറയാനൊക്കെ പറ്റുന്നുള്ളതാണ്. എവിടുന്നാണ് അല്ലെ ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഉത്തരം പറയാന്നുള്ളത്. ചിലപ്പോ ചില ചോദ്യം എന്തായിരിക്കും? സംശയങ്ങൾ, ചെറിയ സംശയമായിരിക്കും, പക്ഷെ ഉത്തരത്തിൽ കുറച്ചും കൂടി നീട്ടി പറഞ്ഞു. പ്രവാചകൻ അങ്ങനെ ഒരു സംശയം ചോദിച്ചെന്ന് പറഞ്ഞാൽ ലാ എൽബസുൽ ഖമീസ വലൽ അമാമ വല സറാബിൽ, അത് മുഹ്രിം എന്താണ് ധരിക്കേണ്ടത് എന്ന് വെച്ചു. ധരിക്കേണ്ടത് എന്താന്നല്ല പറഞ്ഞ പ്രവാചകൻ. എന്താ ധരിക്കേണ്ടാത്ത ലിസ്റ്റുകളാണ് കൊടുത്തത്. എന്ത് ധരിക്കണം വെച്ചപ്പോ അവര് എന്ത് ചെയ്യരുത്? ഇങ്ങനെയുള്ള ഖമീസ്, അമാമത്ത്, സറാബിൽ പോലെയുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കരുത് എന്ന് പറഞ്ഞു. അതിന്റെയൊക്കെ വിശദീകരണം പറയുന്നുണ്ട്. ഓരോ നമുക്ക് തന്നെ ഉണ്ട്. എന്താണ് സറാബിൽ, എന്താണ് ഖമീസ്, അമാമത്ത്, എന്തൊക്കെ എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാവുമ്പോ ഒരു വഹദ അൽ ഊല അവസാനിക്കും. പിന്നുള്ളത് എന്താണ്? അടുത്ത വഹദയാണ്. റെക്കോർഡൊന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ.